പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ ചെലവാക്കുന്ന സമയം 1000 കണക്കിന് ലാഭവും, പ്രയോജനമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെലവാക്കുന്ന സമയം 1000 കണക്കിന് നഷ്ടവുമാണ്. ലാഭനഷ്ടങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിത കഥ പറയുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 2ന്റെ പ്ലസ് വേർഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയോ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഒരു ഷോയിൽ നിങ്ങൾ കണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോയിൽ വന്നിരിക്കുന്ന അതിഥികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗസ്റ്റ്. മറ്റാരുമല്ല, മാധവ്. ഹായ് മാധവ്, വെൽക്കം ടു ദ ഷോ. ഞങ്ങളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഇതുവരേക്കും പല ഏജ് കാറ്റഗറിയിലുള്ളവരെല്ലാവരും വന്നിട്ടുണ്ട്. സോ പ്രൗഡ്. നമ്മുടെ സുരേഷ് ഏട്ടന്റെ, അതായത് എനിക്ക് കുറച്ചും കൂടെ അഹങ്കാരത്തോട് പറയാം, ഞാൻ സുരേഷ് ഏട്ടനൊക്കെ ആയിട്ട് നമ്മൾ വളരെ രാധികേച്ചിയായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടന്റെ, നമ്മുടെ സ്വന്തം ഒരാൾ, ഫാമിലി എന്നുള്ള ഒരാളെ എടുത്ത് ഇവിടെ കൊണ്ട് ഇരുത്തിയ പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. മാധവന് ഒരു പക്ഷേ ഞങ്ങളെ അറിയില്ലേലും ഞങ്ങൾക്ക് മാധവനെ നന്നായിട്ട് അറിയാം. സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോ പുതിയ പ്രോഗ്രാമും കാര്യങ്ങളും ഷോയും ഒക്കെ അല്ല, പ്രോഗ്രാം അല്ല, മൂവി റിലേറ്റഡ് ആയിട്ട് പ്രൊമോഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെ പോണു ഈ ഒരു ബിസി ലൈഫ്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അച്ഛൻ്റെ സിനിമയോ ചേട്ടൻ്റെ സിനിമയോ പോലും അല്ല, അവരുടെ പ്രൊമോഷൻ ഘട്ടത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അത്ര ആക്റ്റീവായിട്ട് കൂടെ നിന്നിട്ടില്ല. ഇന്ന് എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ദിവസം ഇപ്പൊ എന്റെ അച്ഛൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫില് അതിന്റെ ഒരു ലെസ് ഇന്റൻസിറ്റിയില് എത്ര സിറ്റീസിൽ ട്രാവൽ ചെയ്യുന്നു, അച്ഛൻ്റെ കാര്യം നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ്സിലാണ് അത് വരുന്നത്, ചില സമയത്ത് കൺട്രീസിന്റെ കാര്യം വരും. എനിക്കിത് ഓരോ സിറ്റീസിലും മാറിയും തിരിഞ്ഞും ഓരോ ദിവസം എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ അൺപ്ലാൻഡ് ആയിട്ട് പോകേണ്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു കെയോട്ടിക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ അതിനെ തന്നെ ആ ഒരു സെൻസിൽ മനസ്സിലാക്കി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാനിത്. ചെറുപ്പം മുതലേ അച്ഛൻ ഇങ്ങനെ ബിസി ആയിട്ടും അച്ഛൻ ഇങ്ങനെ ഓടി നടന്നും അച്ഛൻ്റെതായിട്ടുള്ള തിരക്കുകൾ പറയുമ്പോഴും ഒരു കുട്ടി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ മാധവൻ അച്ഛൻ്റെ തിരക്കുകളൊന്നും അന്നത്തെ ഏജിൽ നമുക്ക് മനസ്സിലാവില്ല. ഓ, എൻ്റെ അച്ഛൻ എപ്പോഴും ബിസിയാണ്, ഇങ്ങനെ പോണു. പക്ഷെ വൺസ് യു ആർ ഓൾസോ ഇപ്പൊ അതേപോലെ തന്നെ ആ പാതയിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്നൊരു ആക്ടറായി ഇപ്പൊ ഇതിന് അന്ന് മൂവിയും പ്രൊമോഷനായിട്ടൊന്നും ഇങ്ങനെ അധികം സുരേഷേട്ടന് പോകേണ്ടി വന്നിട്ടില്ലല്ലോ തുടങ്ങുന്ന സമയത്തും പിന്നീടൊക്കെ. ഇപ്പോഴാണല്ലോ ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇപ്പം മാധവ് സിനിമയിലേക്ക് എൻ്റർ ചെയ്ത ഉടനെ ഇതേപോലെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ദൂരേക്കൊന്നും പോകണ്ടേ പോലും, ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, തൊട്ടിപ്പോ ഒരു മണിക്കൂർ മുമ്പേ കോട്ടയത്തായിരുന്നെങ്കിൽ 1 hour കഴിയുമ്പോഴത്തേക്ക് അടുത്ത് ഇങ്ങനെ ജില്ലകൾ മാറി നിങ്ങൾ പ്രൊമോഷനും അങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഇതൊരു അയ്യോ ഇത് എന്നെ കൊണ്ട് താങ്ങുമോ, അല്ലെങ്കിൽ അതൊരു സ്ട്രെയിൻ പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഗൈൻ ഞാൻ ജനിച്ച സമയത്ത് ആൾ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ്. സോ അന്നത്തെ സിനിമയുടെ റിക്വയർമെന്റ്സ് ഇതേപോലെ പ്രൊമോഷൻ നോടുണ്ടെങ്കിലും ഓരോ ദിവസവും ഷൂട്ട് പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് അച്ഛൻ ബീങ് അച്ഛൻ അറിയായിരിക്കും മാക്സിമം ടൈമും കിട്ടുന്ന സമയം വീട്ടിൽ വരാൻ നോക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ദിവസം 2 മണിക്കൂറാണ് വീട്ടിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതെങ്കിലും അതിനുവേണ്ടി 4 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന് ഒരുപാട് സോഷ്യൽ മീഡിയക്കും പബ്ലിക് ഇമേജ് നോക്കുന്നതിലും ഒരുപാട് കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറിലോട്ട് സിനിമ മാറിയിരിക്കും. അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് അച്ഛൻ്റെ ഈ ഒരു സ്റ്റേജിൽ സംസാരിക്കാനാണെങ്കിൽ പൊളിറ്റിക്കൽ കരിയറും സിനിമയുടെ കരിയറും ആണെങ്കിലും അച്ഛൻ്റെ ഒരു 10-1 ട്രാവൽ പോലും എനിക്ക് വരുന്നില്ല. ആ ഒരു ഇന്റൻസിറ്റി അല്ല. പക്ഷേ അഗൈൻ ഞാൻ ഒരു ന്യൂ കമറാണ്. ഈ ഒരു ലൈഫ് എനിക്ക് ശീലമുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്റെ സിനിമയില് അല്ലെങ്കിൽ ചേട്ടന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പോകുമ്പോഴും എനിക്ക് അതില് ആക്റ്റീവായിട്ട് നിന്നൊരു ശീലമില്ല. എന്റെ സിനിമയിൽ അത് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ ചെയ്യുവാണ്. അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഗൈൻ ഇതാണോ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ പണി? ഇത് വളരെ അഗൈൻ ഒരു പബ്ലിക് ഇമേജ് എന്നുള്ള നിലയിലാണെങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ഒരു നിലയിലാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്ന ഒരു ലൈൻ ഓഫ് വർക്കാണ്. അതിനുവേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിൾ അല്ല ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു again if you think about it in a positive perspective, it's fine. Very nice. It's part of the learning curve. Very nice. അങ്ങനത്തെ ഒരു ഓപ്പൺ മെന്റാലിറ്റി നല്ല ഇത് തന്നെ. മാധവ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് മാധവിന്റെ എങ്ങനെയാ മാധവിന്റെ ഒരു കാഴ്ചപ്പാട്? Again, perspective. Yeah. Life throws challenges at you. It's about how you deal with it. Some days will be more difficult than the others. It's about how you take it. എന്നാലും നമ്മളിത് പറയുകയാണെങ്കിൽ ഇൻ ജനറലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണോ? I think I have a contrasting opinion to that. Because
മോഡേൺ ഡേ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് പേസ്ഡ്. ഇപ്പം നമ്മുടെ ഒരു ഡെഫിനേഷൻ ബ്യൂട്ടിഫുൾ എന്താണ്? 30-40 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒത്തൊരുമ, ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ച 4 മക്കള് 5 മക്കള്, ആ സമയത്ത് ഈവൻ മോർ കിഡ്സ് ഇൻ വൺ ഫാമിലി, അവരുടെ കുടുംബമാകുമ്പോഴും ഒരു കൂട്ടുകുടുംബമായിട്ട് നിൽക്കുക, ലോട്ട് ഓഫ് ടൈം കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. അന്നത്തെ പെർസ്പെക്റ്റീവ് ഓഫ് ബ്യൂട്ടിഫുൾ ലൈഫ് ഇന്നത്തേക്കാകുമ്പോൾ മാറി. കാലം മാറുന്നതനുസരിച്ചിട്ട് എല്ലാത്തിലും ഒരു മാറ്റം. ഇന്നത്തെ ഒരു ലൈഫിൽ ബ്യൂട്ടിഫുൾ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പലരും പറയും ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഹാപ്പിനെസ്, ബീങ് കണ്ടന്റ് വിത്ത് വാട്ട് യു ഡൂയിങ് ഇൻ യുവർ ലൈഫ്. ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ചിലവര് ഇന്നത്തെ മെന്റാലിറ്റി വെച്ച് ഹാപ്പിയാണ്, ചിലവർ ഇന്നത്തെ മെന്റാലിറ്റി വെച്ച് ഹാപ്പി അല്ല. ചിലവരുണ്ട് പണ്ടത്തെ മെന്റാലിറ്റി വെച്ച് ഇന്ന് ജീവിക്കുന്നവരുണ്ട്, അതിലവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. മറ്റൊരാളുടെ അടുത്ത് ഇവരുടെ ജീവിതം ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പെർസ്പെക്റ്റീവിൽ അത് വ്യത്യാസം വരും. So it's very subjective if you think about it. It depends on what your definition of beautiful is. ഓക്കെ. പക്ഷെ മാധവന്റെ ലൈഫ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാധവന്റെ ലൈഫ് ഇതുവരേക്കും ഉള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈ ലൈഫിനെ ഇത്രയും ബ്യൂട്ടിഫൈ ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സുരേഷ് ഏട്ടൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനായി ജനിച്ചു എന്നത് തന്നെ ആയിരിക്കുമോ? ഞാൻ മനുഷ്യനായ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകനാണ്. ബ്യൂട്ടിഫുൾ. സൂപ്പർ സ്റ്റാർ, everything else is part of their or his for that matter, his profession. ആ പ്രൊഫഷനിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സൂപ്പർ സ്റ്റാർഡം നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ട് ജനിക്കുവാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ അതെന്റെ അച്ഛനും അമ്മയും തന്നെ. പക്ഷെ പുറം ലോകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മാധവ് സുരേഷ് ആരാ? സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനാണ്, രാധിക സുരേഷിന്റെ മകനാണ്. അതിന്റേതായ പെർക്സും ഉണ്ട്, അതിന്റേതായ ഡൗൺഫോൾസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവിന്റെ കാര്യം, എല്ലാത്തിലും അതിന്റേതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഗൈൻ ആൾക്കാർക്ക് ഒരു പബ്ലിക് ഇമേജിൽ നിൽക്കുന്ന ആള്, ഒരു പബ്ലിക് പേഴ്സൺ എന്ന് പറയാം, സെലിബ്രിറ്റി, അവരെ പറ്റി എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാന്നുള്ള ഒരു മെന്റാലിറ്റി ചിലവർക്കുണ്ട്. അതേ സമയത്ത് ഈ സൂപ്പർ സ്റ്റാറിന്റെ മകനായി ജനിക്കുന്ന കൂട്ടത്തിൽ കിട്ടുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ്. ഞാൻ ആക്ടിങ്ങിന്റെ ഒരു പ്രൊഫഷനോ അതിന്റെ ഒരു ട്രെയിനിങ് നിലയിലോ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ്. എനിക്ക് എന്തുകൊണ്ടാണ് സിനിമ കിട്ടിയത്? സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് സിനിമ എന്നിലോട്ട് വന്നത്. അതൊരു പ്രിവിലേജ് ആണ്. അതിൽ ഞാൻ ആഗ്രഹിച്ച് വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത് വന്നൊരു പ്രൊഫഷൻ അല്ല. അതൊരു പ്രിവിലേജ് ആയിട്ട് യു ക്യാൻ കോൾ ഇറ്റ് നെപ്പറ്റിസം. കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രിവിലേജ് ആണ്. ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രി, ശരിക്കും ഇത്രയും പെർക്സ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി, അതിലോട്ട് ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് obviously it's a privilege that comes from it. അപ്പൊ again there's negative, there's positive. Just depends on what you take from it, what you develop and what you make of your life with that. അപ്പൊ ചെറുപ്പം മുതലേ ശരിക്കും മാധവന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ അംബിഷൻ ചോദിക്കുമല്ലോ, അപ്പോഴേ എന്തായിരുന്നു ചെറുപ്പം മുതലേ എന്തിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്? ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, അത് നടന്നില്ല. ഓക്കെ, അപ്പൊ അതിലേക്ക് അത് നടന്നില്ല എന്ന് പറയുന്നത് മാധവ് അതിനു വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് ടൈം ട്രൈ ചെയ്തില്ലാന്നോ, അല്ലെങ്കിൽ സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ ഇറ്റ്സ് ക്വൈറ്റ് ഈസി അല്ലേ, പെട്ടെന്ന് ഇതിനെ പറ്റി എന്തോ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് വന്നതുകൊണ്ട് എന്നാ ശരി ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്നോ, എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ഫുട്ബോൾ നടക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. But the majority of that I will blame on myself and the lack of discipline at that stage in my life. ഇന്നും ഞാൻ മോസ്റ്റ് ഡിസിപ്ലിൻഡ് ഹ്യൂമൻ ബീങ് എന്നല്ല പറയുന്നത്. അന്നത്തെ എന്റെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ് എനിക്ക് ആ കരിയറിൽ ഡെവലപ്പ് ആവാൻ പറ്റാത്തത്. ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ലവ് ടു ബിലീവ് ഐ ഹാവ് ദ ടാലന്റ്. ബട്ട് അഗൈൻ വേറൊരാളുടെ പെർസ്പെക്റ്റീവില് ഞാൻ ലെസ് ടാലന്റഡ് ആവാം, ഞാൻ മോർ ടാലന്റഡ് ആവാം. ഫുട്ബോൾ എന്റെ തന്നെ പോർ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പോയൊരു കരിയർ ആയിരിക്കും. സിനിമ എന്നെ തേടി വന്നതാണ് ബിക്കോസ് ഓഫ് ദ ഫോർ മെൻഷൻഡ് ടാഗ് സുരേഷ് ഗോപി. ആ സിനിമ വരുമ്പോൾ എനിക്ക് 2019 തൊട്ട്, എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് സ്ക്രിപ്റ്റ്സ് വരുന്നതാണ്. മേ ബി ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആക്റ്റീവ്ലി അറിയാൻ തുടങ്ങിയത് 2019 തൊട്ട് എനിക്ക് ഡയറക്ട്ലി സ്ക്രിപ്റ്റ്സിന് അപ്രോച്ച് ചെയ്തപ്പോഴാണ്, സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ്സ് വന്നപ്പോഴാണ്. അതുവരെയും ഞാൻ റെഡി അല്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ നിന്ന്. എസ്പെഷ്യലി ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഫിലിമിലെങ്കിലും ഞാൻ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 2022 JSK എന്നൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് എനിക്ക് തോന്നി.
ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽ എനിക്കുണ്ടെന്ന് തോന്നി. അത് വിത്ത് ട്രൂ ജസ്റ്റിസ് ഒരു ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്നിൽ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അത് നിറവേറ്റാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് JSK ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് റീസൺ ബിഹൈൻഡ് ചൂസിങ് സിനിമ ഇസ് നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ എന്നും വരത്തില്ല. ഇഫ് ഇറ്റ് കീപ്സ് കമ്മിങ് ഫോർ യു മേ ബി ദാറ്റ്സ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ഈ പ്രൊഫഷനാണ് എൻ്റെ വീട്ടിൽ അന്നെ എത്തിച്ചിട്ടുള്ളത്. ദിസ് പ്രൊഫഷൻ മെയ്ഡ് സുരേഷ് ഗോപി എ സൂപ്പർ സ്റ്റാർ. Suresh Gopi, the superstar, did not make acting or Malayalam cinema big. Cinema made him. ഞാൻ കഴിച്ചു വളർന്നതും ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രിവിലേജസും അതിലൂടെ വന്നതാണ്. അത് എന്നെ തേടി വരുമ്പോൾ അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ആൻഡ് അഗൈൻ ഞാൻ ഒരു ന്യൂ കമറാണ്. ഇതിനെ ഒരുപാട് എക്സ്പീരിയൻസോടെയോ അല്ലാതെ ഒരുപാട് പഠിച്ചോ വന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് മൂവി സുരേഷ് ഗോപി കാരണം കിട്ടി. സെക്കൻഡ് മൂവി തൊട്ട് തേർഡ് മൂവി തൊട്ട് സുരേഷ് എന്ന ആക്ടറിന്റെ കാലിബർ തെളിയിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ മാത്രം ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സ്വീകരണം എന്റെ ഭാഗ്യം പോലെ ഇരിക്കും. അതിന്റെ ഒരു മിക്സ് വരുമ്പോഴത്തേക്കും ഞാൻ ഈ സിനിമയിൽ നമുക്ക് 10 വർഷം കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കാൻ പറ്റുമോ, 5 വർഷം കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുമോ, 30 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് അന്നറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ഞാൻ സുരേഷ് ഏട്ടനെ കുറിച്ചാണ് എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും കൂടുതലും ചോദിക്കുന്നതും ഇപ്പം നമ്മൾ സംസാരിച്ചതും എല്ലാം സുരേഷിനെ കുറിച്ചാണ്. എനിക്കിനി ചേച്ചിയെ കുറിച്ചും കൂടെ പറയൂ. നമ്മുടെ സ്വീറ്റ് രാധികേച്ചി എന്ന് പറയുന്നത് എത്ര സ്വീറ്റാണ്. അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. സച്ച് എ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ടാണ്. ആ സ്വീറ്റ് ആയിട്ടുള്ള അമ്മയെക്കുറിച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സുരേഷ് ഏട്ടൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ചോദ്യം വന്നതിൽ. കാര്യം ഞാൻ എന്നും പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പെക്ട് ചെയ്ത ഇങ്ങനത്തെ ഒരെണ്ണം വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇന്ന് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യന്റെയും റെസ്പോൺസിബിലിറ്റീസ് കാരണം ഒരുപാട് ടൈം ഫാമിലി ആയിട്ടും സ്വയമേ സെൽഫ് ടൈം എന്നൊരു ടൈം പോലും സാക്രിഫൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ജീവിതകാലം മൊത്തം. അങ്ങനെ ഒരാളായിട്ട് സ്വന്തം മക്കൾക്ക് പോലും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അത് അറിഞ്ഞു തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂർ ട്രിവാൻഡ്രത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്തുനിന്നോ കോട്ടയത്തുനിന്നോ ഡ്രൈവ് ചെയ്ത് വന്ന 2 മണിക്കൂറും വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളായിരുന്നു അച്ഛൻ. സ്വാഭാവികമായിട്ടും ഒരാൾ അവിടെ വീട്ടിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അവരുടെ പേഴ്സണൽ പാഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും എല്ലാം സാക്രിഫൈസ് ചെയ്ത് ടു ഹോൾഡ് ഫോർട്ട് വീട് നിലനിർത്താനായിട്ട് എല്ലാം മാറ്റി വെച്ചിരുന്ന ഒരാളെൻ്റെ അമ്മയാണ്. ആ അമ്മയായിട്ടാണ് നമ്മൾ 4 മക്കളും ഏറ്റവും കൂടുതൽ ടൈം ആക്റ്റീവ്ലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ പറ്റി എനിക്ക് അച്ഛനെ എത്ര അറിയാവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അമ്മ എനിക്ക് എന്തുമാത്രം അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും അതിനെ പറ്റി. പറയൂ രാധികേച്ചിനെ കുറിച്ചും കൂടെ. സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈയിടെ കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഈ പൊളിറ്റിക്സും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആ കല്യാണത്തിന്റെ സമയത്തും ഒക്കെ പറയുമ്പോൾ പറയും എൻ്റെ വീട്ടിൽ ഒരു കാര്യവും എനിക്കറിയില്ല, എനിക്കൊന്നും അതെല്ലാം രാധികയാണ്, അവൾ മാനേജ് ചെയ്യണതാണ്. അന്ന് സുരേഷ് ഏട്ടനും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു രാധികേച്ചി ഇത്ര മനോഹരമായിട്ട്, അതിപ്പം യു ജസ്റ്റ് സെഡ് ഇറ്റ്, അത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാധികേച്ചി എനിക്കിപ്പോൾ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നത് കൊണ്ട് രാധികേച്ചിനെ കുറിച്ച് നമ്മൾ ഫ്യൂ വേർഡ്സ് പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ അറിയാത്ത ഇവരും അറിയണം രാധികേച്ചിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി. പറയൂ. അമ്മയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഒരു ജനറേഷനിൽ എപ്പോഴും ഒരുപാട് പ്രാധാന്യം പോവാത്ത ഒരു കാര്യമുണ്ട്, സാക്രിഫൈസിങ് ഫോർ സമ്മൺ എൽസ്. ഒരു കല്യാണത്തിൽ മെയിൻലി ഒരു വിവാഹം നടക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അവരുടേതായ റോൾസ് ഉണ്ട് ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്യാൻ. സുരേഷ് ഗോപി വാസ് ദ പ്രൊവൈഡർ. ഹി വെന്റ് ഔട്ട്, സാക്രിഫൈസ്ഡ് എവറിതിങ് ടു പ്രൊവൈഡ്. അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സസ്റ്റെയിൻ ചെയ്യാൻ അതേപോലെ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് എല്ലാ രീതിയിലും. നമുക്കൊരിക്കലും അച്ഛൻ്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സോ സ്പീക്കിംഗ് അബൌട്ട് someone who sacrificed their own life for someone else, be it their own kids. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ടോ?
എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനിൽ ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. അതേപോലെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് ദർസ് എനിത്തിങ് അബൌട്ട് മൈ റെസിലിയൻസ് ഓർ മെന്റൽ സ്ട്രെങ്ത് ഓർ വിൽ ടു പുഷ് ഫോർവേഡ്, നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ, എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പൊ സുരേഷ് ഏട്ടന്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ? നിങ്ങൾ അന്നേരം കുറച്ചും കൂടെ കിഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗോകുൽ മൂവിയിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധവ് വരുന്നു. നിങ്ങളിപ്പോ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അച്ഛന്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ വക എന്തൊരു അഡ്വൈസ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഗോകുലിനാണെങ്കിലും മാധവിനാണെങ്കിലും? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ 4 മക്കളുടെയും അക്കാഡമിക് എക്സലൻസ് എന്ന് പറയത്തില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് അമ്മ അത് നമ്മുടെ ഒരു കോറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD ചെയ്ത ആൾക്കാരൊന്നും അല്ല. അക്കാഡമിക്കലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അമ്മയടുത്ത് ഇന്ന് ചോദിക്കുകയാണ് മകനെ ആക്ടറായിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ, അമ്മ തീർച്ചയായിട്ടും ഓഫീസിൽ ജോലി ചെയ്യുന്നതേ പറയത്തുള്ളൂ. അതേപോലെ ഒരു കരിയറിന് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഐ കൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. വേറൊരാളുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ്. പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പാരന്റ് ആൻഡ് ലൈക്ക് ബോത്ത് പാരന്റ്സ് എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ കരിയർ, ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. അത് എന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മ. ഓക്കെ. ഇനി സുരേഷിന്റെ എല്ലാ സിനിമകളും തന്നെ മാധവ് കണ്ടിട്ടുണ്ടാവില്ലേ? മിക്കതും 280 സിനിമ, 280 പ്ലസ് 286 മൂവീസും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടിട്ടുണ്ട്, 100 സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ സുരേഷ് ഏട്ടന്റെ കൂടെ അഭിനയിച്ച ഏത് ഹീറോയിനായിരിക്കും മാധവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ അച്ഛൻ ആരുടെ കൂടെ അഭിനയിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നത്? എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആണോ? പെർട്ടിക്കുലർ ഗംഗ, ശോഭന മാം എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഫീമെയിൽ ആക്ടർ എന്നുള്ള കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് സിനിമയിൽ തന്നെ എന്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ശോഭന മാം ആണ്. ഷീസ് എ ഡിഫറെന്റ് ലീഗ്. ശോഭന മാമിനെ പോലെ ഒരു പെർഫോമർ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. അഗൈൻ ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും KPSC ലളിത മാം ആണെങ്കിലും കവിയൂർ പൊന്നമ്മ മാം ആണെങ്കിലും എന്റെ മുത്തശ്ശിയുണ്ട് ആറന്മുള പൊന്നമ്മ, ഇവരെ എല്ലാവരും ഡിസ്ക്രെഡിറ്റ് ചെയ്യുമല്ല. പക്ഷെ പല ഡൈനാമിക്കിലും പല രീതിയിലും പല ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സും എഫേർട്ട്ലെസ് ആയിട്ട് ഇത്ര പുൾ ഓഫ് ചെയ്തത് എനിക്ക് വേറൊരു പേരും ആലോചിക്കാൻ പറ്റത്തില്ല. ശോഭന മാം തന്നെയാണ്. മഞ്ജു ആന്റിയെ പറ്റി പറയാനാണെങ്കിലും മഞ്ജു വാര്യർ, ഷീസ് എൻ ഇൻക്രെഡിബിൾ ആക്ട്രസ് മഞ്ജു ആന്റി. പക്ഷെ ശോഭന മാം ഇസ് ഓൺ എ ഡിഫറെന്റ് ലീഗ്. സോ ഷീസ് ഇൻകംപാരബിൾ ഫോർ മീ. അച്ഛന്റെ പേരായിട്ട് പല സിനിമയിലും ശോഭന മാം വന്നിട്ടുണ്ട്. എനിക്കത് ആലോചിക്കുമ്പോ എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് എന്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്റെ മനസ്സിലോട്ട് വരും. സോ ഇറ്റ്സ് എ വെരി ഈസി ആൻസർ ഫോർ മീ ദാറ്റ്. ഓക്കെ. ഇതിപ്പം സുരേഷിന്റെ അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചിയും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ സുരേഷ് ഏട്ടന്റെ നമ്മളൊരു മൈൽസ്റ്റോൺ ഒരു ഫാൻസ് മീറ്റ് നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് സുരേഷ് ഏട്ടന്റെ സർപ്രൈസ് കൊടുക്കാനായിട്ട് സുരേഷ് ഏട്ടന്റെ ഇതേപോലെ തന്നെ സിനിമയിലെ ഇപ്പൊ പറഞ്ഞൊരാളല്ല, വേറൊരു നായികയാണ്. അന്ന് സർപ്രൈസ് ആയിരുന്നു, അച്ഛൻ അറിയവേ ഇല്ലായിരുന്നു. സർപ്രൈസ് ആയിട്ട് അന്നൊരു നായികനെ നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അതൊന്ന് കാണാം. ഹലോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. Hi, dear.
Hi, dear. I can't get what you're saying. We are recording. We are on a show, and in fact, we are. Yeah. That's lovely, sir. Yeah. We were talking about. In fact, the anchor was asking me about 2 films. My name. Suresh Gopi, sir. Oh. മനസ്സിലായി. ഓ മാം, സോ ഹാപ്പി ആക്ച്വലി. മാമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ വിചാരിച്ചില്ല. That's Meera. Anchor person. ഓക്കെ, കണക്ട് ആയി സർ, കണക്ട് ആയി. ആൻഡ് സോ ഹാപ്പി ആക്ച്വലി. Hi, sir. How are you doing? How are you doing? പ്ലിങ് പ്ലിങ് ആയെന്ന് പറഞ്ഞ പോലെ സുരേഷ് ഏട്ടാ. എല്ലാവരും കൂടി എനിക്കിട്ട് പണിഞ്ഞതാണ്. ഞാൻ എന്തിനാ ഈ സുന്ദരപുരുഷന്റെ കാര്യം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? യെസ്. It's been so long. സുന്ദരപുരുഷൻ മാത്രമല്ലല്ലോ, അല്ല, ലേലം. അതെ, ലേലമായിരുന്നു ആ എന്തൊരു ഹിറ്റ് മൂവി ആയിരുന്നു അല്ലേ ആ ഒരു സമയത്ത്. ലേലം എന്ന് പറയുമ്പോഴത്തേക്കും again എനിക്ക് ഒരു ഇന്റർവ്യൂല് വന്നൊരു ചോദ്യമായിരുന്നു, അച്ഛന്റെ ഏത് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ലേലമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ലേലം ആൻഡ് വാഴുന്നൂർ. ബിക്കോസ് again ഓൾ റൗണ്ട് പാക്കേജസ് ആയി ഈ രണ്ട് ക്യാരക്ടേഴ്സും, ചാക്കോച്ചി ആയാലും കുട്ടപ്പയാണെങ്കിലും. അതെ, എന്റെ ബ്രദറിനും അതെ. എന്റെ ബ്രദർ ഈ രണ്ട് മൂവിയും എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എത്രയോ തവണ. ആക്ഷൻ ഉണ്ട്, അതെ, ഇമോഷണൽ സീൻസിന് ഇമോഷൻസ് ഉണ്ട്, ദേഷ്യത്തിന് ദേഷ്യമുണ്ട്, സന്തോഷത്തിന് സന്തോഷമുണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, റൊമാൻസിന് റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ രണ്ട് സിനിമയിലും. നല്ലൊരു ഫാമിലി മൂവി അല്ലേ? അപ്പൊ എനിക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഈ രണ്ട് സിനിമയായിരുന്നു. ഈ ഒരു ജനറേഷനിൽ ആപ്ലിക്കബിൾ ആയ ഒരു സ്റ്റോറി ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ഒരു ഈ പ്രായത്തിൽ എനിക്ക് പറ്റത്തില്ല. ചാക്കോച്ചി ആയാലും കുട്ടപ്പയായാലും 24 വയസ്സുകാരന് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു 30-40 വയസ്സിൽ ആ സമയത്ത് ആർക്കെങ്കിലും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാധവ് സുരേഷ് is waiting for your casting call. മാധവ് സുരേഷ് ഇവിടെ മനസ്സ് തുറന്നില്ല, അത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് 24 വയസ്സാണ്. ഇപ്പൊ മേക്കപ്പിൽ എന്തൊക്കെയാണ് മാധവ് ചെയ്യാൻ പറ്റുന്നത്? 1 ഇയർ തന്നെ സാധനം റെഡി ആയിട്ട് വരട്ടെ. നമുക്ക് മേക്കപ്പിലൂടെ നമുക്കത് റെഡിയാക്കാമല്ലോ. എങ്ങനെ വേണേലും പ്രായമുള്ള ആളാക്കാം, എങ്ങായിട്ടുള്ള ഇതാക്കാം, എല്ലാം നമ്മളൊക്കെ അങ്ങോട്ടില്ലേ. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടൊരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അത് ഓർഗാനിക്കലി തന്നെ അത് വരും. ഓർഗാനിക്കലി തന്നെ വരേണ്ടതാണ്. അത് വന്നാൽ രണ്ട് കൈകൊണ്ടും ഞാൻ സ്വീകരിക്കും. ബ്യൂട്ടിഫുൾ. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മാധവ് അത് പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഏജ് ആണ്. ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഒരു എൻവയൺമെന്റ് ആണത്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുക, ഇന്ന് തന്നെ ചെയ്തോ. ഓക്കെ, ശരി. ഇനി നമുക്ക് നമ്മുടെ ഒരു സെഗ്മെന്റിലേക്ക് പോവാം, മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സുരേഷ് ഏട്ടനും കുടുംബവും എന്ന ടാഗ് ലൈനിന്റെ അണ്ടറിൽ അറിയപ്പെടുമ്പോൾ മാധവ് എത്രത്തോളം സന്തോഷവാനാണ്? On a scale of 1 to 10? 1 to 10 മനസ്സ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് അതിനെ കുറിച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ. again സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 30 ഇയേഴ്സിന്റെ ഹാർഡ് വർക്ക് ആണ് ആ സൂപ്പർ സ്റ്റാർ എന്നുള്ള ടാഗിൽ വന്ന് വീഴുന്നത്. സുരേഷ് ഗോപി എന്നൊരു ആളുടെ പേര് പറയുമ്പോൾ തന്നെ ഒരു മലയാളി ക്രൗഡ് ആണെങ്കിലും ഇപ്പൊ ടു ലെവൽ ഒരു ഇന്ത്യൻ ക്രൗഡ് ആണെങ്കിലും റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെയും ഒരുപാട് സാക്രിഫൈസിന്റെയും റിസൾട്ടാണ്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയ ഒരു മനുഷ്യനെ അസോസിയേറ്റ് ചെയ്ത് എന്റെ പേര് വരുവാണെങ്കിൽ അത് എന്നും ഒരു പ്രിവിലേജ് ആണ്, ഒരു ഓണറാണ്, എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലൊന്നാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ. താരപുത്രൻ എന്ന ലേബൽ സിനിമയിൽ പലർക്കും പ്രയോജനം ചെയ്യുമ്പോൾ ഇതേ ലേബൽ എവിടെയെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ മാധവിന്? താരപുത്രൻ എന്ന ലേബൽ എന്നെ മലയാള സിനിമയിലോട്ട് കൊണ്ടെത്തിച്ചു. താരപുത്രൻ എന്ന ലേബൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ താരത്തിനെയും താരത്തിന്റെ കുടുംബത്തിനെയും തരം താത്തി സംസാരിക്കാൻ കെൽപ്പുള്ള മനുഷ്യരുള്ള ലോകമാണിത്. അതിന്റെ ഒരു
നെഗറ്റീവ് ഇമ്പാക്ട് കുറച്ചുകൂടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മാധവനാണെങ്കിലും ഭാവനിക്കാണെങ്കിലും ഭാഗ്യക്കാണെങ്കിലും ഗോകുലിനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഇവരെ എല്ലാവരെയും നെഗറ്റീവ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ട്ലി എൻ്റെ ലൈഫിലല്ല, ഇൻഡയറക്ട്ലി. ഇൻഡയറക്ട്ലി എന്ന് ഉദ്ദേശിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള അങ്ങനെയാണോ? സോഷ്യൽ മീഡിയ അല്ലാണ്ടുള്ള സോഷ്യൽ മീഡിയക്കുള്ള മുന്നേ ഞാൻ ഒരുപാട് ചെറുപ്പമായിരുന്നു. ഞാനിത് കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ. എനിക്ക് ഉറപ്പാണ് എൻ്റെ ചേട്ടനായാലും എൻ്റെ മൂത്ത ചേച്ചിയാണെങ്കിലും ഭാഗ്യയാണെങ്കിലും അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഗൈൻ ദിസ് ഇസ് ഓൾ അമംഗ് കിഡ്സ് അങ്ങനെ കാണാവുന്നേ. പക്ഷെ അവരും ചിൽഡ്രൻ ആണ്. കളിയാക്കുക, ഓരോ തമാശ പറയാ, റൂമേഴ്സ് വരുമ്പോഴത്തേക്കും അതിനെ എടുത്ത് ഇടുക. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അഗൈൻ when we're kids we get affected. ഒരു കുഞ്ഞിന് എന്നും ഇപ്പൊ അഗൈൻ ദിസ് കംസ് ടു another point, വീട്ടിൽ കൊടുക്കുന്ന വാല്യൂസ് ആണ് വളർന്നു വരുന്ന ഒരു കുഞ്ഞ് അവർ അഡൾട്ട്സ് ആകുമ്പോഴത്തേക്കും അവരുടെ ഫാമിലിയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ആ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ എച്ച്ഡ് ആണ്, അത് പോകത്തില്ല. അതേപോലെ വളർന്നു വരുമ്പോൾ ഇതാണ് കേൾക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് വ്യൂ അതിലോട്ട് വരും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭയം, ഒരു വിഷമം. അത്രയുള്ള നെഗറ്റീവ്സ് ഉള്ളൂ. ഡയറക്ട്ലി എന്നെ അല്ല അവര് പറയുന്നത്, മനസ്സിലായി, പക്ഷെ എന്റെ അച്ഛനെ തന്നെ പറയുന്നത്. ഓക്കെ. പക്ഷെ അന്ന് നിങ്ങളിപ്പോ ഒരു കിഡായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്തിനായിരിക്കും ആൾക്കാർ ഇങ്ങനെ ടീസ് ചെയ്യണേന്നോ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക്? എന്തിനാണെന്ന് മനസ്സിലായി കഴിഞ്ഞു അവിടെ. പക്ഷെ അഗൈൻ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെ മാത്രമേ നമുക്ക് ടാർഗറ്റ് ചെയ്ത് പൊക്കി പറയാനും പറ്റൂ, താത്തി പറയാനും പറ്റൂ. എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. Why are we hearing this? Why do we have to hear this? എന്നൊരു ചോദ്യം ഏതൊരു ചൈൽഡിനും സ്വയമേ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിനെ ഓർത്ത് വിഷമിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത്രയും തന്നെ അനുഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പറയുന്നത് ഐ തിങ്ക് ദ പ്രിവിലേജസ് ഔട്ട്വേ ദ നെഗറ്റീവ്സ്. കാര്യം ഇന്ന് 24 വയസ്സുള്ള ഞാൻ ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഇവരാരും അല്ല, ഈ പറയുന്ന ആൾക്കാരല്ല വന്ന് എനിക്ക് 3 നേരം ഭക്ഷണം വിളമ്പി തരുന്നത്. എന്റെ അച്ഛന്റെ കഷ്ടപ്പാടും അതിന്റെ റിസൾട്ടും മാത്രമാണ്. അപ്പോൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. And if the language is okay, പട്ടി കുറയ്ക്കുമ്പോൾ പട്ടി കുറച്ചുകൊണ്ടിരിക്കട്ടെ. അതല്ല കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതും എൻ്റെ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതും നമ്മുടെ നേട്ടങ്ങളും അതിനെ ബേസ് ചെയ്തല്ല. സോ again, difference between a child and an adult thinking, but as a child, did I get hurt? Yes. Okay. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനായത് ചിലയിടങ്ങളിലെങ്കിലും സംസാരിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈം ലൈറ്റിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് നിൽക്കാൻ എന്നും മനുഷ്യർ റെഡിയാ. എന്നെ അല്ല, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഓരോ ആക്ഷൻസും എൻ്റെ ഓരോ തീരുമാനങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയും ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും. അത് ഓരോ കുടുംബത്തിലെയും കാര്യമാണ്. ഈ ഒരു സൊസൈറ്റിയിൽ അങ്ങനെയാണ്. ഇപ്പൊ പുറത്ത് UK-ലോ US-ലോ കാനഡയിലോ എല്ലാം പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. പിള്ളേർ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടേതായ ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ അങ്ങനെയല്ല. എസ്പെഷ്യലി ഇങ്ങനെ ഒരു പ്രോമിനന്റ് ആയിട്ട് പബ്ലിക്കിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും ഞാൻ പറയുന്ന കാര്യങ്ങളോ എല്ലാം കറക്കിയും തിരിച്ചും എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ എഫക്ട് ചെയ്യാൻ മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. ഒരു മീഡിയ ലെവലിൽ ആൾക്കാർ ചെയ്യുന്ന അല്ലാതെ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാനൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ 3 പരിചയമുള്ള ആൾക്കാർ വന്ന് ഇവൻ ഇങ്ങനെ കാണിച്ചു അറിഞ്ഞോ, ചുമ്മാ again gossip sessions. It doesn't make sense to me, but that happens. So do I have to be careful about what I do and what I say, how I act? Absolutely. അത് വളരെ സ്വാഭാവികമാണ്. മനുഷ്യർ തന്നെ പെരുമാറിയതിന്റെ ബേസിലാണ് എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള കോർ വാല്യൂസിൽ അതെനിക്ക് അച്ചീവ് ചെയ്യേണ്ടി വന്നത്. എന്നെ കുറ്റം പറയാൻ പറ്റില്ല. I would have loved to be an open person completely. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും എൻ്റെ സൈഡ് ഉണ്ട്, എൻ്റെ ഓപ്പൺ സൈഡ് ഉണ്ട്. ആൾക്കാരുടെ മുന്നിലോ എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിലോ എൻ്റെ 100% നാച്ചുറൽ സൈഡ് ഞാൻ തരണമെന്ന് പറഞ്ഞാൽ അതൊരു അൺഅക്സെപ്റ്റബിൾ ഡിമാൻഡ് ആണ്. കാര്യം ഇതേ ആൾക്കാർ തന്നെയാണ് എന്നെ ഇതിലോട്ട് കൊണ്ട് എത്തിച്ചത്. പക്ഷെ പലപ്പോഴാണെങ്കിലും ഈ പറയുന്ന പോലെ ജെനുവനായിട്ട് നമുക്ക് തോന്നുന്ന അന്നേരം തോന്നുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ നമുക്ക് അന്നേരം തോന്നുന്നത് അറ്റ് പ്രസന്റ് നമുക്കത് അങ്ങനെ തന്നെ റിവീൽ ചെയ്യാൻ പറ്റാണ്ട് സേക്ക് ഓഫ് ഇറ്റ് അല്ലെ പബ്ലിക്കിന്റെ മുമ്പിലും മറ്റേ നമ്മളിങ്ങനെ ഒരാളല്ലേ നമ്മളിങ്ങനെ പറഞ്ഞാൽ അത് വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുമല്ലോ എന്നൊക്കെ വെച്ച് നമ്മൾ ചിലപ്പം കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരിക.
അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അന്നത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? Again, this comes down to a weak societal mentality. മറ്റൊരാളുടെ വിഷമം നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ മറ്റൊരാളുടെ വിഷമം കണ്ട് അതിനെ കളിയാക്കാനുള്ള കെൽപ്പുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എൻ്റെ വിഷമം ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ആൾക്കാർ സ്വീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നെ കളിയാക്കാനേ നടക്കത്തുള്ളൂ. വെരി ട്രൂ. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ മാത്രം, സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് പല പ്രശ്നങ്ങളും മനസ്സിലാക്കാറുള്ളത്. അതുവരെ ഒബ്ലവിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ ചുറ്റുള്ളത്. അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തിനാണ് വെറുതെ എൻ്റെ സമയം കളഞ്ഞ് വീണ്ടും ഒരു വിഷമത്തിൽ കൂടെ പോയി അത് എക്സ്പ്രസ് ചെയ്തിട്ട് അതിനെ കളിയാക്കുന്നതിന്റെ വിഷമം കൂടെ സ്വീകരിക്കാൻ? എൻ്റെ പ്രോബ്ലംസ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട്, എൻ്റെ ക്ലോസ് സർക്കിൾ ആയിട്ട് ഞാൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. Okay. അതേപോലെ You talk really well, Madhav. Nice. Thank you. Nice. Very nice. Okay, next one. ഗോകുൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് കൃത്യസമയത്താണെന്ന് തോന്നിയോ? അതിനൊരു ടൈമിംഗ് ഇല്ല. കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. അതേപോലെ പല ഇൻഡസ്ട്രീസിലും അതിന്റെ സിമിലർ വേർഷൻസ്. ജോലി പ്രോമിസ് ചെയ്ത് മെയിൻലി സ്ത്രീകളെ, ആണുങ്ങൾക്ക് സംഭവിക്കാറുണ്ട്, ബട്ട് പ്രൊഡോമിനന്റ്ലി ഒരു 80%, 70% നമ്പർ നോക്കിയാൽ സ്ത്രീകളാണ് ഇതിൽ ഇരകളായിട്ടുള്ളത്. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഒരു ഇഷ്യൂ ആണത്. ഇതൊരു സിനിമ ഇൻഡസ്ട്രി പ്രോബ്ലമാണോ? അല്ല, ഇതൊരു വേൾഡ് ഇഷ്യൂ ആണ്. ഈ രാജ്യത്ത് മാത്രമല്ല ഇത് നടക്കുന്നത്, ഈ രാജ്യത്ത് കൂടുതൽ നടക്കുന്നുണ്ട്. ഒരിക്കലും ഒരു തൊഴിലോ ഒരു ഓപ്പർച്യൂണിറ്റിയോ ഒരു അവസരം അത് പ്രോമിസ് ചെയ്ത് മറ്റൊരാളെ സെക്ഷൽ ഫേവേഴ്സിന് യൂസ് ചെയ്യാന്ന് പറയുന്നത് നട്ടലില്ലായ്മയാണ്. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വളർത്തു ഗുണം അല്ലെ വളർത്തു ദോഷം, അത് മാത്രം അവിടെ തെളിയിക്കുന്നത്. എന്റെ ചേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? അത് ഇന്ന് സംസാരിച്ചാലും 5 വർഷം മുന്നേ സംസാരിച്ചാലും ഇനി 5 വർഷം കഴിഞ്ഞ് സംസാരിച്ചാലും ഇങ്ങനെ ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ അതെന്നും പൊക്കിക്കൊണ്ട് വരുക എന്നുള്ളത് ഈ സൊസൈറ്റിയിലുള്ള ആണുങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ബിക്കോസ് ഫീമെയിൽസ് ആർ എഫക്റ്റഡ് മോർ ബൈ ദിസ്. എനിക്ക് പേഴ്സണൽ കേസസ് അറിയാം, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന് എഫക്റ്റഡ് ആയിട്ട് എനിക്കറിയാം, ഫീമെയിൽസ് ആൻഡ് മെയിൽസ്. അവരെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാനും പറ്റത്തില്ല, അവരെ വിക്ടിംസ് ആവാൻ കാരണമായ ആൾക്കാരെ പറ്റി എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പൊ എനിക്ക് പറ്റത്തില്ല, എനിക്കറിയാം. പക്ഷെ നീതിക്ക് അതിൻ്റെതായ ഒരു വഴിയുണ്ട്, ഈ ലോകത്ത് കർമ്മയ്ക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഒരാളോട് ഈ തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും അവർക്ക് പണി തേടി വന്നിരിക്കും. വരണം എന്ന് തന്നെയല്ലേ മാധവന്റെ? തീർച്ചയായിട്ടും വരണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്യാത്തവരും ഉണ്ട്, ഫോൾസ്ലി അക്യൂസ്ഡ് ആയ ആൾക്കാർ. ഫോൾസ്ലി അക്യൂസ് ചെയ്യുന്നവരെ അവരും ആലോചിക്കണം. മറ്റൊരാളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയോ 2 ദിവസത്തെ ഫെയിമിന് വേണ്ടിയോ ഫോൾസ്ലി അക്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണി നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും, ഒരു ദിവസം അനുഭവിക്കേണ്ടി വരും. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പണിഷ്ഡ് ആവണം. And I hope whoever's made such a mistake gets severe punishment. കാര്യം ഒരിക്കലും ഒരാൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. And work is not a transaction for a sexual interaction. കുറച്ചും കൂടെ മാന്യത കാണിക്കണം. ഒരാളൊരു തൊഴിൽ ചെയ്യുന്നത് അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയോ പ്രൊവൈഡ് ചെയ്യാനാണ്, മറ്റൊരാളുടെ കൂടെ കയറി കിടക്കാനല്ല. അതെന്നും ഒരു മനുഷ്യൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. ലൈക്ക് ഐ സെഡ്, സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല, എല്ലാ ഇൻഡസ്ട്രീസിലും ഈ ലോകത്തിന്റെ ഇഷ്യൂ ആണ്. അത് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ധൈര്യക്കുറവുണ്ടോ? ഒരിക്കലും ഇല്ല. സംതിങ് ദാറ്റ്സ് ഹാപ്പനിങ്. And as a citizen of this world, I have every right to speak about it. And I will speak about it. എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഗോകുലിനാണേലും ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ ആ ഒരു ഗോകുൽ ഫേസ് ചെയ്തപ്പോൾ അന്ന് അത് ഗോകുൽ വീട്ടിൽ വന്നിട്ട് ഇത് പറഞ്ഞിരുന്നോ? ഇവൻ ബ്രദർ എന്നുള്ള രീതിയിൽ മാധവന്റെ അടുത്തോ? അല്ലെങ്കിൽ അത് നടന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞൊരു കോൺവെർസേഷനിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒരു സിനിമ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഗോകുലിന്. പക്ഷെ എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെ ഒരു സിനിമ നഷ്ടപ്പെട്ടതിൽ എൻ്റെ ചേട്ടൻ അപ്സെറ്റ് ആണോ? ഒരിക്കലും അല്ല. നമുക്ക് ഹ്യൂമൻസ് ആയ നമുക്ക് കുറച്ച് മോറൽസ് വേണം, കുറച്ച് വാല്യൂസ് വേണം. ഇനി പൈസ ഇല്ലെങ്കിലും ഒരു ജീവിത സാഹചര്യം ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ വാല്യൂസും മോറൽസും വേണം. ദാറ്റ് ഈസ് വാട്ട് റെപ്രസെന്റ്സ് അസ്.
അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ ജീവിച്ചിട്ട് കാര്യമില്ല. സോ ഇങ്ങനൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തല്ലായിരുന്നു, പിന്നെ വേറൊരു കോൺവെർസേഷൻ വന്ന് വേറൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും അതിന്റെ കാര്യം സംസാരിച്ചായിരുന്നു. ഓക്കെ. ബട്ട് we knew about this. അത് സുരേഷ് ഏട്ടനും അപ്പോഴാണോ അറിയുന്നത്? അച്ഛനും അപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ സുരേഷ് ഏട്ടനും അതിൽ പിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? അച്ഛനൊന്നല്ല, ഈ ഇൻഡസ്ട്രി പ്രോമിനന്റ് ആയി നിൽക്കുന്ന ആർക്കും അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. They can control themselves. They can control their own actions as individuals. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനും കോടതിയുമാണ്. പോലീസ് സ്റ്റേഷനും കോടതി ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അത് അവരുടെ മിടുക്കോലിരിക്കും. ഞാൻ പോലീസിലും കോടതിയിലും വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് അഗൈൻ ഇപ്പോ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ഹേമ കമ്മീഷന്റെ സിറ്റുവേഷൻ, തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പണിഷ് ചെയ്യപ്പെടണം. തെറ്റ് ചെയ്യാത്തവരെ തെറ്റ് ചെയ്തവരെ കാണിക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും പണിഷ്മെന്റ് കൊടുക്കണം. രണ്ടും ഈക്വൽ ആണ്. ഇറ്റ്സ് എ ഫെയർ ഗെയിം. വെറുതെ ഒരാളുടെ ജീവൻ തൊലയ്ക്കാൻ നോക്കരുത്. അതേ സമയത്ത് സെയിം തിങ്, വേറൊരാളെ വിക്ടിം ആക്കിയവരുണ്ട്, പണി കിട്ടണം. പണി കിട്ടിയ ഞാൻ 100% ഞാൻ സപ്പോർട്ട് ചെയ്യും. Justice should be served. So this is my only opinion on that. Okay. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാധ്യമങ്ങളെ ഭയക്കണമെന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യം എനിക്ക് പറയാം. ഞാൻ എന്നെ തന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ടില്ല. Because Madhav Suresh, the individual, is still building on that. As an actor, as a celebrity, as whatever label you put on it, I'm still building on that. സുരേഷ് ഗോപി എന്ന ഇൻഡിവിജ്വലിനെ BJPയുടെ കാര്യം തൊട്ട് സിനിമകളുടെ കാര്യത്തിനാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും മാധ്യമക്കാരുടെ അടുത്ത് വലിച്ചു കയറിയിട്ടുള്ള ഒരാളാണ്. അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരുപാട് എൻ്റെ അച്ഛനെ അബ്യൂസ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. But it's a kind of abuse തന്നെയല്ലേ? ചുമ്മാ ഇല്ലാത്തതും. It is a kind, പക്ഷേ it's the reality, but I don't want to put such an accusation on them. അതുകൊണ്ട് എനിക്കിതിന് ഒരേ ഒരു ഒപ്പീനിയനേ ഉള്ളൂ. മാധ്യമം എന്ന് പറയുന്നത് തന്നെ മീഡിയ, മാസ് മീഡിയ. ആൾക്കാരെന്താണ് കാണുന്നത്? പ്രേക്ഷകർ കാണുന്ന സിനിമ കാണുന്നത് പോലെ ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയയും എല്ലാം കാണുന്നവരാണ്. ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ അത് മാത്രം മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുക. അല്ലാതെ റേറ്റിംഗ്സിന് വേണ്ടിയും അന്നത്തെ ആ സമയത്തെ ഒരു അജണ്ട വെച്ചിട്ടും ആ സമയത്തെ ഒരു താല്പര്യം വെച്ചിട്ടും ഒരാളെയും ബറി ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ കർമ്മ എന്നൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പണി വെറുതെ കൊടുക്കുന്നവർക്ക് പണി തിരിച്ച് വന്നിരിക്കും. അന്ന് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്, യു ക്യാൻ കീപ് ഡൂയിങ് ദാറ്റ്. സത്യസന്ധതയോടെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരതിൽ നിന്ന് പൊട്ടി മുളച്ച് തിരിച്ചു വരും. അതേസമയത്ത് കള്ളം കാണിച്ച് നടക്കുന്നവർക്ക് അവരുടെ തന്നെ കുഴി അവർ കുഴിച്ചുകൊണ്ടിരിക്കുക. ചെയ്തോട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഓരോന്നും ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ഫേസ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് കൂടുതൽ മെന്റൽ സ്ട്രെങ്ത് തരുന്നതും അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുന്നതൊക്കെ സുരേഷ് ഏട്ടനാണോ അതോ രാധികേച്ചിയായിരിക്കോ? ബോത്ത് ഓഫ് ദം. പക്ഷെ ഒന്ന് ആലോചിക്കുക, സ്വന്തം ഭർത്താവിനെ പറ്റി ഓരോ കാര്യങ്ങൾ മീഡിയക്കാർ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് വിഷമിക്കുന്ന എൻ്റെ അമ്മയാണ്. അവിടെ കാണിക്കുന്ന മെന്റൽ കറേജ് എന്ന് പറയുന്നത് ആ ഇമോഷൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ന് എനിക്കിരിക്കുമ്പോൾ ആലോചിക്കാം അമ്മ എന്തിലൂടെയൊക്കെ പോയിട്ടുണ്ട്, എത്ര എഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? നമ്മളിലോട്ട് അമ്മ അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പേരൻസ് നമ്മുടെ ഇമോഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അഗൈൻ നമ്മൾ അഡൾട്ട്സ് ആകുമ്പോഴത്തേക്കും അഡൾട്ടിലോട്ട് ആവുന്ന സമയത്ത് പോലും വി ആർ എക്സ്പോസ്ഡ് ടു ദ മീഡിയ, വി ആർ എക്സ്പോസ്ഡ് ടു ഇൻഫർമേഷൻ, വി ഹിയർ തിങ്സ്. ഒരു 5 വയസ്സുകാരനെയും ഒരു 15 വയസ്സുകാരനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 വയസ്സുകാരൻ കൂടുതൽ കേൾക്കും. ചൈൽഡ് തന്നെ, പക്ഷെ കൂടുതൽ കേൾക്കും. പേരൻസിന്റെ സൈഡിൽ നിന്നാണ് ഇന്ന് കേൾക്കുന്നത്. അച്ഛന്റെ ജീവിതത്തിൽ നടക്കുന്നതിനെ പറ്റി അമ്മ വന്നിട്ട് നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാറുണ്ടോ? നോ. അച്ഛന്റെ ജീവിതത്തിൽ നടക്കുന്ന വിഷമമുള്ള കാര്യങ്ങൾ അച്ഛന്റെ 10, 15, 20 വയസ്സുള്ള മക്കളുടെ അടുത്ത് അച്ഛൻ ഇന്നും വന്ന് അച്ഛൻ ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണ്. നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഹാപ്പിനെസ്സും അവരുടെ പ്രയോറിറ്റിയാണ്. അപ്പം അവരുടെ പ്രോബ്ലംസ് വെന്റ് ഔട്ട് ചെയ്യാനും അത് അവർക്കൊരു സമാധാനം കിട്ടാനും നമ്മുടെ എനർജിയോ നമ്മുടെ മെന്റൽ പീസോ അവർ സാക്രിഫൈസ് ചെയ്യത്തില്ല. അത് ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ ദം. സോ അങ്ങനെ ഒരു ഡിസ്കഷൻ
വീട്ടിലുണ്ടാവാറുമില്ല. അല്ല, പക്ഷെ നിങ്ങളിപ്പോ വെന്റ് ഔട്ട് സെഷൻ എന്നല്ല, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഇതിലൂടെ നിങ്ങൾ ആ ഒരു ഹാർഡ് ഫേസിലൂടെയാണ് ഇപ്പൊ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമോൺ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുവരേണ്ടതും ആ ഒരു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളൊരു സാധനം അത് ആ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള വാക്ക് അച്ഛൻ യൂസ് ചെയ്യാറുണ്ട്. ഹി സീംസ് അൺബോതർഡ് ബൈ ഇറ്റ്. പക്ഷെ പല സമയം ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ലൈക്ക് ഐ സെഡ്, കിഡ്സ് ലേൺ ഫ്രം ഹോം. അച്ഛനും അമ്മയും അതിന് എന്തുമാത്രം റെസിലിയൻസ് കാണിക്കുന്നു, അതായിരുന്നു നേരത്തെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത്. ആ റെസിലിയൻസ് കാണുന്നതിൽ നിന്നാണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. അതേ സമയത്ത് അവർ എഫക്റ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും വീക്ക് ആവും. സോ kudos to their mental strength and their courage for making sure that we weren't affected by it. Not just me, my 3 siblings as well. സൂപ്പർ. മാധവന്റെ ഗേൾ ഫ്രണ്ട്, മാധവന്റെ കല്യാണം, ഇത്തരം വിഷയങ്ങളിലെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോട് എന്താണ് മാധവന് പറയാനുള്ളത്? ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, ഒരുപാട് ആൾക്കാരെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അതെ, സാരമില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തു. സമയമാകുമ്പോ ഞാനും എന്റെ കുടുംബവും അറിയിച്ചോളാം. ഞാൻ റിലേഷൻഷിപ്പിലാണോ ഇപ്പൊ? ആണോ? അല്ല അല്ല, ഞാൻ കേട്ടത് ആണെന്നാണ് പറഞ്ഞത്. ഫ്രെയിമിംഗ് മൈ ഓൺ ക്വസ്റ്റ്യൻ. സോ ഞാനൊരു റിലേഷൻഷിപ്പിലാണോ? അല്ല. എനിക്കൊരാളെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. എനിക്ക് അതിനുള്ള പ്രായമോ പക്വതയോ എത്തിയിട്ടില്ല. ഞാൻ മാധവ് സുരേഷ് 24-ാം വയസ്സിൽ ആ പ്രായത്തിലൂടെ എത്തിയിട്ടില്ല. 24-ലും 21-ലും 18-ലും വരെ പക്വത എത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു പുതിയ കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറുവാണ്. അതിന് അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്. അതിലൂടെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എന്നെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുകയാണ്. സ്റ്റെബിലിറ്റിയും സമാധാനവും ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പാർട്ട്ണറിനെ ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആണെങ്കിലും കിഡ്സ്, എവറിത്തിങ് ദാറ്റ് ഫോളോസ്, ഇറ്റ്സ് ഫോർ ദാറ്റ് പോയിന്റ്. ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറിയിരിക്കുന്ന ഒരാളാണ്. സ്വന്തം ജീവിതം സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് പ്രേമമൊക്കെ ഉണ്ടാവാം, ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അതേപോലെ എനിക്കൊരാളെ ഇഷ്ടമാണ്. അത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാരും ഞാനും അറിയിച്ചോളൂ. ഇപ്പോ നമ്മുടെ സെലിബ്രിറ്റിയുടെ പേര് തന്നെയാണെങ്കിൽ പോലും ദിലീപേട്ടന്റെ മോള് മീനാക്ഷിയുടെ പേരിലും ഒക്കെ കുറെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാ വരുന്നത്. എന്തൊക്കെ റൂമേഴ്സ് ഓരോന്നും പറഞ്ഞ ആൾക്കാർ അതെ വേറെ എന്തിനൊക്കെയോ പോയപ്പോത്തെ എവിടത്തേക്കോ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ വെറുതെ ഇട്ട് ട്രോളും ഓരോന്നും പറഞ്ഞ് ഓരോ റൂമേഴ്സും വരുന്നുണ്ട്, വേറെ ഓരോന്നും പറഞ്ഞിട്ട് അല്ലേ? മീനാക്ഷിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഏകദേശം ലൈഫിന് ഒരേ പേഴ്സ്പെക്റ്റീവ്, ഏകദേശം മാധവും മീനാക്ഷി എന്ന് പറയുന്നത് ആണും പെണ്ണും വേർഷൻസ് ആണ് എന്ന് പറയാൻ പറ്റും. പല കാര്യങ്ങളിലും ബിഹേവിയർ അതിന് സംസാരിക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെയുള്ളതാ. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. Are we best friends? No. Are we friends? Close friends? Yes, we are. അതിന്റെ മുകളിലോട്ട് ഒരു ചെറിയ ഞാനും ദിലീപ് അങ്കിൾ ഒരു ഫോട്ടോ ഇട്ടാലോ, ഇനി മീനാക്ഷി എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ, നമ്മൾ ഇതിൽ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോ ഇട്ടാലോ, നേരെ കല്യാണാലോചനയോട്ട് പോകുന്നത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഗോസ് ബാക്ക് ഡൗൺ ടു റേറ്റിംഗ്സ്, ആൾക്കാരുടെ ക്ലിക്സ്. അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു 2 സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് വരുമ്പോ ആരായാലും ക്ലിക്ക് ചെയ്ത് പോകും, എസ്പെഷ്യലി ഇൻ ദിസ് ക്രൗഡ്. ഞാൻ എന്നെ തന്നെ പിടിച്ച് പകുതി പറയുന്നതല്ല, ബട്ട് അഗൈൻ ഈ പേര് സുരേഷ് ഗോപി ആൻഡ് ദിലീപ് എന്നുള്ള പേരുള്ളത് കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. അതിനുവേണ്ടി ഇങ്ങനെ ന്യൂസും റൂമേഴ്സും ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് അഗൈൻ മാധ്യമക്കാരുടെ ഒരു രീതിയാണ്. അവർക്കും മുന്നോട്ട് പോകണ്ടേ. പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പിൽ ഒരു വേണ്ട, അതിന്റെ ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? പോസിറ്റീവായിട്ട് സത്യം പറഞ്ഞു, സത്യസന്ധതയാണ് തെളിയിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ മീഡിയ അത് പ്രിന്റ് ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും സത്യമായിട്ട് തന്നെ റിവീൽ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉള്ള മീഡിയ ആണ് ശരിക്കും വേണ്ടത്, അല്ലേ? ഇങ്ങനെ ഒരു ഫേക്ക് മീഡിയയും അവർക്ക് ഇങ്ങനെ കുറെ ട്രോളാനും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇങ്ങനത്തെ കുറെ കോമന്റ്സും ഇങ്ങനത്തെ അങ്ങനെയുള്ളതല്ലോ, ജെനുവിൻ ആവുക, അല്ലേ? മനുഷ്യന്റെ ഒരു പേർപ്പസ് തന്നെ ജെനുവിൻ ആവുക എന്നുള്ളത്. 90% മനുഷ്യരും ജെനുവിൻ അല്ല. It's a fact. ഞാൻ 100% genuine ആണോ? I don't think so. I try my best. Am I 100% genuine with every single thing I do in my life? No, sometimes I have to make an ingenuine decision to protect myself. സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ കോർ തന്നെ ഇൻജെന്യൂനിറ്റി ആക്കരുത്. എസ്പെഷ്യലി മറ്റാൾക്കാരുടെ ജീവിതത്തിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ
മാസ് മീഡിയയിലോട്ട് ആക്സസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോണ്ട് ഗോ സ്പ്രെഡിങ് റൂമേഴ്സ്, ഡോണ്ട് ഗോ സ്പ്രെഡിങ് ലൈസ്. ഓക്കെ. സത്യം പറയാ, അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം. അതെ. അത് തെറ്റിക്കരുത്. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഗൈൻ നേരിട്ട് വന്ന് ചോദിക്കുക. അതെ. ഈ മീഡിയ പേഴ്സണലിന് പബ്ലിക് ഇമേജിൽ നിൽക്കുന്ന ആൾക്കാരോട് എന്തുമാത്രം ആക്സസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആക്സസ് ഇല്ലാത്തതല്ല. അവർ പറയുന്ന കാര്യങ്ങൾ അതിന് ഫേസ് വാല്യൂവിനെടുത്ത് അത് റെപ്രസെന്റ് ചെയ്യുക. അല്ലാതെ ക്ലിക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ച് സോഷ്യൽ മീഡിയയിലും മാധ്യമത്തിലും പറയരുത്. നിങ്ങളുടെ തന്നെ വിലയാണ് കൊണ്ട് കളയുന്നത്. ഇത്തരത്തിലുള്ള കുറെ ഫേക്ക് കമന്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചിരി വരില്ലേ? അതെ, ബോർഡ് ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വായിച്ച് രണ്ടുനേരം ചിരിക്കാനായിട്ട് തോന്നും. കൂടുതലൊന്നുമില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു തേർഡ് പേഴ്സൺ, ഒരു സുരേഷ് ഗോപി ഫാൻ, ഒരു ദിലീപ് ഫാൻ, രണ്ടുപേരുടെ ഒരു ഫാൻ, ഇത് കേൾക്കുമ്പോ അവർക്കൊരു ഫാൾസ് ഹോപ്പ് കൊടുക്കുകയാണ്, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തിനാ വെറുതെ? അതെ. ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള എല്ലാ അംഗീകാരങ്ങളും 100% സത്യസന്ധമായ അച്ഛനെയാണ് മാധവ് കണ്ടിരിക്കുന്നത്. ആണോ? എല്ലാ അർത്ഥത്തിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 100% ജെന്യുവൻ ആണോ? അല്ല. അച്ഛൻ 100% ജെന്യുവൻ ആണോ? റയർലി ഹാവ് ഐ സീൻ ദിസ് ട്രേറ്റ് ഇൻ എ ഹ്യൂമൻ ബീയിങ്. അച്ഛൻ ജെന്യുവൻ ആവേണ്ട ആവശ്യം ഇല്ലാത്തടത്തും ജെന്യുവൻ ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാരുടെ ഹെയ്റ്റിനും ആൾക്കാരുടെ ആക്യുസേഷൻസിനും ഇരയായി നിന്ന് കൊടുക്കുന്നത്. ഈസ് എ ജെന്യുവൻ ഹ്യൂമൻ ബീയിങ്. സ്വന്തം കാര്യം മറന്ന് മറ്റൊരാൾക്ക് നല്ലത് നടക്കുമെന്ന് അറിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. ദാറ്റ്സ് മൈ ഓൺലി ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും ഈ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ളവര് അവരിലെ നന്മയെക്കാട്ടിലും അവരിൽ എന്തെങ്കിലും തിരിച്ചിങ്ങനെ നെഗറ്റീവായിട്ട് ഓരോന്നും പറഞ്ഞ് പോർട്രേ ചെയ്യും. അവത് കാണുമ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വരണത്, അല്ലേ? നേരം ഞാൻ മീഡിയക്കാരെ പറ്റി ഇരുന്ന് പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ബാക്ക് ഫയർ ഇൻ ഫ്യൂച്ചറിൽ, ബട്ട് അഗൈൻ ഐ എം വോയിസിങ് ഔട്ട് മൈ ഒപ്പീനിയൻ. മീഡിയക്കാർ ഇങ്ങനെ ഇടാൻ കാരണവും ഹ്യൂമൻ നേച്ചർ ഉണ്ട്. മനുഷ്യർക്ക് എപ്പോഴും നെഗറ്റീവ് തുറന്നു നോക്കുക, നെഗറ്റീവ് സംസാരിക്കുക, ഒരാളെ പറ്റി സംസാരിക്കുക, അയാളെ പറ്റി കളിയാക്കുക. ഇത് ചെയ്യലാണ് ഹ്യൂമൻ നേച്ചറിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള നാച്ചുറലി വരുന്ന കാര്യങ്ങൾ. സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് പണിയുള്ള സമയമില്ലാത്ത ആൾക്കാർ ഇതൊന്നും ചെയ്യത്തില്ല. പല മനുഷ്യരും അങ്ങനെയല്ല, ഞാനും അങ്ങനെയല്ല. എൻ്റെ ജീവിതം ഫുള്ളി ഓക്യുപ്പൈഡ് അല്ല. ഐ എം പ്രോബബ്ലി 50% പ്രൊഡക്റ്റീവ്. ബാക്കി 50% എൻ്റെ ടൈം ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത്. അഗൈൻ ഞാൻ മറ്റുള്ള ആൾക്കാരെ കളിയാക്കി നടക്കാനുള്ള അത്രയും വിവരദോഷിയല്ല. എന്റെ ജീവിതം എനിക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ ഞാൻ കൊണ്ടുപോകുന്നില്ലെന്നേ ഉള്ളൂ. അതിന് മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് ഞാൻ. ഹോപ്പ്ഫുള്ളി വൺ ഡേ ഐ വിൽ ഗെറ്റ് ടു an 80 or 90%. പലർക്കും അത് ആലോചിക്കാനുള്ള ശേഷിയില്ല. വേറൊരാളെ പറ്റി സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, വേറൊരാളെ താത്തി കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഇതുകൊണ്ട് സന്തോഷം കണ്ടുപിടിക്കുന്നവരുണ്ടെങ്കിൽ they have to help themselves. You can't help them. They can come out of it in their own way. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളാം. വേറെ ആർക്കും ഒന്നും ഗെയിൻ ചെയ്യാനില്ല. അവരുടെ സമയം കൊണ്ട് അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. എൻ്റെ ചേട്ടനാണ് ഞാൻ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യം. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ തന്നെ മൈൽസ്റ്റോണിലെ തന്നെ ഒരു ഇന്റർവ്യൂലായിരുന്നു അന്ന് മാധവ് അത് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് ഫർദർ ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ തരത്തില്ല. ഇത് ആരെങ്കിലും ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10 years കഴിഞ്ഞ് അല്ലെങ്കിൽ 20 years കഴിഞ്ഞ് എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പറയും, ഗോകുൽ സുരേഷ് is here to stay. He's made his own identity. സ്റ്റാർ കിഡ് എന്ന് പറഞ്ഞ ഒരു പദവിയല്ല എൻ്റെ ചേട്ടൻ എന്നുള്ളത്. ഗോകുൽ സുരേഷ് എന്ന ആക്ടറാണ് ഇന്ന് റെക്കഗ്നൈസ് ആയിട്ടുള്ളത്. അപ്പൊ ആൾക്കാർ പറയും, ബോക്സ് ഓഫീസിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്തിട്ടുണ്ടോ? 50 കോടി 100 കോടി സിനിമ ഡെലിവറി ചെയ്തിട്ടുണ്ടോ? ഞാൻ ഗോകുൽ സുരേഷ് എന്ന സൂപ്പർ സ്റ്റാറിനെ പറ്റി അല്ല പറഞ്ഞത്, അല്ലെ ഗോകുൽ സുരേഷ് എന്ന മണി മേക്കിംഗ് മെഷീനെ പറ്റി അല്ല പറഞ്ഞത്. ആസ് എ പ്യുവർ പെർഫോമർ, ആസ് എൻ ആക്ടർ in this industry, if I'm looking to learn from someone, he's definitely one of them. He's a fantastic actor. ഏതൊരു ക്യാരക്ടറും അതിന്റെ ട്രൂ വാല്യൂവിന് ഉൾക്കൊണ്ട് അത് പോർട്രേ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് എൻ്റെ ചേട്ടൻ. What more do you need? വീട്ടില് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു നടൻ,
ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു നടൻ, ഇങ്ങനെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇനി എന്താണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇപ്പൊ ബിറ്റ്വീൻ യു ഗൈസ്, മാധവിന്റെയും ഗോകുലിന്റെ ഇടയിൽ. ഇപ്പൊ മാധവ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങ് ജേർണി തുടങ്ങുകയാണ്. അപ്പൊ ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവണം അല്ലേ? Healthy competition is good. Yeah, It which keeps is you on good. your toes. Yeah, അതെ. And if you have that at home, and if it stays healthy, then it's fine. Unhealthy competition is not fine. പക്ഷേ എൻ്റെ ചേട്ടൻ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്നു, ഒരു സിനിമ, അത് ഈസിലി എൻ്റെ ചേട്ടന് ചെയ്യാം. എൻ്റെ ചേട്ടന് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോക്സ് ഓഫീസ് 100 കോടി ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അത് ഞാൻ ചെയ്താൽ എനിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആള് സ്വന്തം കാര്യം മറന്നത് എനിക്ക് തരും. അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്, കൂടുതൽ അച്ഛനെ പോലെ. ഗിവിംഗ് കൂടുതലും, കുറച്ച് ഗിവിംഗ് കൂടുതലാണ്. So I don't think a competitive spirit would ever brew out at home. It's good to have something like that, healthy competition. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. Not now, definitely. We'll see. Future has a lot of untold stories. So ഇങ്ങനത്തെ ഓരോ മൂവീസ് അപ്രോച്ച് ചെയ്യുമ്പോൾ മാധവ് കൂടുതൽ മൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണത് ഒബ്വിയസ്ലി അച്ഛന്റെ അടുത്തായിരിക്കും, അതോ ഇപ്പൊ ഗോകുലിന്റെ അടുത്തായിരിക്കും അല്ലേ? എന്റെ കരിയറിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വന്നിട്ടുള്ള ചേട്ടനാണ് അല്ലേ? അപ്പൊ ഗോകുലിന്റെ വക ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ, ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു ഒരു ബഡിങ് ഇങ്ങനെ ഒരു കേറുന്ന ഒരു സ്വന്തം അനിയന്റെ അടുത്ത്? വെരി ടൈലേർഡ് ടു ദ പ്രോജക്ട്. അതായത് കുമ്മാട്ടിക്കളിക്ക് ഒരു അഡ്വൈസ് ആയിരുന്നു എനിക്ക് തന്നത്, JSKക്ക് ഒരു അഡ്വൈസ് ആയിരുന്നു എനിക്ക് തന്നത്. ഞാൻ എന്തെങ്കിലും ഒരു സീൻ ബൈ സീൻ എനിക്ക് ഇഷ്യൂ എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വിളിച്ച് ഞാൻ ഒരു ഒപ്പീനിയൻ ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനായുള്ള അഡ്വൈസ് ആയിരിക്കും തരുന്നത്. ജനറൽ അഡ്വൈസ് അല്ല ചേട്ടൻ തന്നിട്ടുള്ളത്. അതേ സമയത്ത് അച്ഛൻ എനിക്കൊരു ജനറൽ അഡ്വൈസ് തന്നു. പ്രിപ്പയർ യുവർ ബെസ്റ്റ്, ഗിവ് ഇറ്റ് യുവർ ഓൾ വൈൽ പെർഫോമിംഗ്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ദൈവവിശ്വാസിയാണ് എൻ്റെ അച്ഛൻ. ദൈവത്തിൽ വിശ്വസിക്കുക, നിനക്ക് വരാനുള്ളത് വരും. നിന്റെ പണി നീ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വരാനുള്ളത് ദൈവം കൊണ്ട് തന്നിരിക്കും. ഈ 3 കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ചേട്ടൻ കുറച്ചും കൂടെ tailored to the issue or the project or the scene for that matter. അങ്ങനെ ഒരു കുറച്ചും കൂടെ ഹാൻഡ്സ് ഓൺ അപ്രോച്ച് ആണ് ചേട്ടന്. നിങ്ങൾ തമ്മിലൊരു ബ്രദർലി ഒരു ഇതാണോ അതോ കൂടുതലും ഒരു ഫ്രണ്ട്ലി ഒരു ഇതാണോ? കൂടുതലും ചേട്ടൻ ചേട്ടനേക്കാളും ഒരു മോർ ലൈക്ക് 80-20 ആണല്ലേ? അതിൽ 80 ഏതാണ്? 80 brotherly, 20 ആണ് ഫ്രണ്ട്ലി ആണോ? ഞാനും അഗൈൻ നമ്മൾ തമ്മിൽ 7 years ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ എന്റെ ചേട്ടൻ ഒരു 20-year-old ആവുമ്പോ എനിക്ക് 13 വയസ്സാണ്. എനിക്കൊരു പരിധി കൂടുതൽ ഫ്രണ്ട് ആവാൻ പറ്റില്ല. ഇനിയാണ് അങ്ങോട്ട് അതാ 80-20 എന്നുള്ള നേരെ തിരിച്ചു ഒരു പക്ഷേ വരാൻ പോകുന്നത്, കൂടുതൽ വരാൻ പോണത്. ഒരുപാട് ചേഞ്ചസ്. ലൈഫ് ഓൾവേസ് എവോൾവ്സ്. ആ ഒരു ഏജിൽ കിഡായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ചേട്ടൻ നീ അനിയൻ ആ ഒരു സാധനമാണല്ലോ വരുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും കെയറിങ് ആയിരിക്കും കുറച്ചും കൂടെ. എന്റെ അനിയനെ അവനെ അതെ ഒരു ഇന്നും എനിക്കൊരു 5 വയസ്സുള്ള അനിയനാണ് എന്നുള്ള നിലയിലുള്ള കെയറിങ് ആണ് തരാറുള്ളത്. ഓക്കെ. ഡെയിലി ബേസിസിൽ വിളിച്ച് എടാ നീ എന്താ ചെയ്യണേ അങ്ങനെയല്ല, ഡെയിലി ബേസിൽ വിളിക്കാറുള്ളതല്ല. ഓക്കെ. പക്ഷെ ഓവറോൾ ആ ഒരു ഓവറോൾ വിത്ത് എനി ബിഗ് ഡിസിഷൻ ദാറ്റ് ഐ മേക്ക്, എന്റെ ചേട്ടൻ്റെ ഒരു പ്രിക്കോഷനും എന്റെ ചേട്ടൻ്റെ ഒരു കെയർ ആൻഡ് കൺസേൺ എന്നും കാണുക അതില്. സോ അത് ഇനിയാണ് അതിൽ നിന്ന് മാറി നേരത്തെ 80-20 ഇനി മാറി. അതൊരു പക്ഷേ നിങ്ങൾ തോന്നുന്നില്ല ഒരു ഫ്രണ്ട്ലി സൈഡ് കൂടുതൽ ഡെവലപ്പ് ആയാലും മറ്റേത് എപ്പോഴും ഉണ്ടാവും ആ ഒരു സ്പെഷ്യൽ ഒരു അഫെക്ഷൻ അല്ലേ? അത്ര ഏജ് ഗ്യാപ്പ് ഉള്ള എന്നെ കുഞ്ഞിലോട്ട് കാണുന്നതല്ലേ, ജനിച്ചപ്പോ തൊട്ട് കാണുന്നില്ല ആ റെസ്പോൺസിബിലിറ്റിയോടെ. ചേട്ടൻ എന്ന റെസ്പോൺസിബിലിറ്റി എന്റെ കാര്യത്തിൽ മാത്രമല്ല 2 ചേച്ചിമാരുടെ കാര്യത്തിലാണെങ്കിലും ആ മൂത്ത ചേട്ടൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ജീവിതകാലം മൊത്തവും ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് എന്റെ ചേട്ടൻ. അതൊന്നും കാണും. അത് ഗോകുലിൽ ശരിക്കും കാണാനുണ്ട്. ഭയങ്കര ഒരു ഫാമിലി പേഴ്സൺ ആണ്. എല്ലാം ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം. കാര്യങ്ങളെല്ലാം സ്കെയിൽസ് ഉണ്ട്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റൂല. At points he has proven that he is a family man. അതെ, ഹീസ് ഡൂയിങ് ആ ഒരു റോള് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്. അത് നിങ്ങൾ ആരും ഒന്നും ചിലപ്പോൾ ആവശ്യപ്പെടേണ്ടി പോലും വരില്ല. ഗോകുൽ തനിയെ വന്നിട്ട് ഓരോരുത്തരും അവിടെ ചെയ്യേണ്ട ഒരു മകൻ എന്നുള്ള രീതിയിൽ, ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ, അത് അവിടെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ അറിയാലോ, വീട് പണിയുടെ സമയത്ത് അറിയാം. എനിക്കറിയാം, അതൊക്കെ നന്നായിട്ട് അറിയാം. ഗോകുൽ അന്ന് അവിടെ സുരേഷ് ഏട്ടന്റെ രാധികേച്ചിയുടെയും ഒന്നും പ്രസൻസ് അവിടെ ഇല്ല. ഗോകുൽ അന്ന് അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ചെയ്തത്. അതും ഏത് ഏജിലാന്നും കൂടെ നോക്കണം. ഗോകുൽ എത്രയുണ്ട് ഒരു ഏജ്, ആ ഒരു ഏജില് ഗോകുൽ ചെയ്യുന്ന കണ്ടാൽ എന്തോ വലിയ ഒരു ആ ഒരു ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യണത്. ഭയങ്കര ടു ഗുഡ്.
ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരെന്നല്ല എല്ലാവരിലും ആ ഒരു ഇത് തന്നെ. ജസ്റ്റ് കീപ് ഗോയിങ്. താങ്ക് യു. കൂടെ നിന്ന് കാല് വാരിയവരെ ചതിച്ചവരെ എങ്ങനെ മാനേജ് ചെയ്തു? പല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിറ്റുവേഷനിൽ അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുക എന്നല്ലാതെ എൻ്റെ എനർജി അതിൽ ഞാൻ കൂടുതൽ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ പ്രോഗ്രസ് വരുന്ന കിട്ടാനില്ല. നമ്മളൊരു പാമ്പ് കടിച്ചാൽ പാമ്പിനെ പിടിച്ച് നമ്മൾ ചോദിക്കുമോ എന്തിനാ എന്നെ കുത്തിയെന്ന്? ഇല്ല. There's no point in that. അതേസമയത്ത് നമ്മൾ ചികിത്സിക്കാതെ അത് മുറിവ് വെച്ചോണ്ടിരുന്നോ ഇനി വെനമസ് ആയിട്ടുള്ള പാമ്പാണെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. നമ്മളത് പോയി ട്രീറ്റ് ചെയ്യുക, നമ്മളെ തന്നെ നോക്കുക. ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ, ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗൈൻ സ്കെയിൽസ് ഉണ്ട്. ഹേർട്ടിനും ചതിക്കും വേറെ സ്കെയിലാണ്. ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസണബിളി റാഷണലി തിങ്ക് ചെയ്യാൻ നോക്കുക. കാരണം ഉണ്ടായിരുന്നോ, നമ്മളാണോ അവിടെ തെറ്റുകാരൻ? ചതിക്ക് ഒരു ഉത്തരവില്ല. നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുക എന്ന് പറയുന്നത് അൺഫോർഗിവബിൾ ആയ ഒരു മിസ്റ്റേക്ക് ആണ്. നോ മാറ്റർ വാട്ട് സ്കെയിൽ ഇറ്റ് ഈസ്. ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കുക. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ നോട്ട് ട്രസ്റ്റ്വർതി പീപ്പിൾ. മൂവ് ഓൺ, ലിവ് യുവർ ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. എന്തിനാ അവരുടെ കാര്യം നോക്കി നടക്കുന്നത്? അവരുടെ പണി നോക്കാൻ പറ. ഫേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. പല രീതിയിലും റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. മാറി, ഒരുപാട് മാറി അല്ലേ? ഹെൽപ്പ് വിത്ത് യു അല്ലേ? യെസ്. ടു ഹെൽപ്പ് വിത്ത് യു ഒന്നുമില്ല അല്ല. ലിവ് യുവർ ലൈഫ്, യുവർ കർമ്മ വിൽ ഗെറ്റ് യു. അച്ഛന്റെ സിനിമകളെ വിമർശിച്ചിട്ടുണ്ടോ? മാധവ്. പേരെടുത്ത് പറയത്തില്ല, യെസ് എ ഫ്യൂ. ആണല്ലേ? എങ്ങനെയായിരുന്നു അത് അച്ഛന്റെ അടുത്ത് വിമർശിച്ചത്? ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അച്ഛാ അത് ചെയ്യേണ്ടിയിരുന്നില്ല അച്ഛാ, എന്താ അച്ഛാ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇന്റൻസിറ്റിയിലല്ല, കുറച്ച് ബോറായിരുന്നു. ആണോ? വളരെ കൂളായിട്ടൊക്കെ കാര്യം അവതരിപ്പിച്ചു. അപ്പൊ അച്ഛന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല. ബട്ട് sometimes he understood what I was saying. അല്ലാതെ obviously നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു നെഗറ്റീവ് ഒപ്പീനിയൻ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഡിസപ്പോയിന്റ്മെന്റ് ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നൊരു ചെറുപ്പക്കാരനത് പറയുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞത് കാണുന്ന ഇത്രയും ലോകം കണ്ടിട്ടുള്ള ഇത്രയും ഇൻഡസ്ട്രിയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള എന്റെ അച്ഛന് തീർച്ചയായിട്ടും സ്വയമേ അറിയാവുന്ന കാര്യമാണ്. സോ അതങ്ങനെയാണല്ലോ സിനിമ. ചിലത് നല്ലതാവും, ചിലത് നമ്മുടെ സെലക്ഷനിൽ ചിലപ്പോൾ ഇതാവും. അത് അത്രേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശത്തില് നല്ല ക്രിയേറ്റീവ് കോണ്ടന്റ് വന്നൊരു സിനിമ തിയേറ്ററിൽ ഓടണമെന്നൊരു നിർബന്ധമില്ല. പ്രേക്ഷകരുടെ തീരുമാനമാണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അല്ല പ്രേക്ഷകർ ഷെയർ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. കളക്റ്റീവ്ലി അത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യോ ബെനിഫിറ്റ് ചെയ്യാതിരിക്കോ, ലക്ക് എന്നൊരു ഫാക്ടറും ഉണ്ട്. സോ എല്ലാം ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ മൂവി വരുന്നത്. ഹാർഡ് വർക്ക്, ക്വാളിറ്റി, പ്രേക്ഷകരുടെ സ്വീകരണം ആൻഡ് ലക്ക്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ മാത്രം ഒരു സക്സസ് ഇതൊന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാം. ഇനി മാധവ്, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമത്തെ ഇടയിടയിലേക്ക് ഓരോരോ സെഗ്മെന്റ്സ് ഉണ്ട്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസ് ചോയ്സ് ആണ്. അതിൽ നമ്മൾ ചിലപ്പം ഇങ്ങനെ ഒരു സർവേ പോലെ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് പേരുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് വായിക്കുക. അല്ലെ ചിലപ്പോൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരിലേക്ക് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫോണിലൂടെ കണക്ട് ചെയ്യും. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് അതേപോലെ തന്നെ മോളി എന്ന് പറഞ്ഞൊരു ചേച്ചിനെ നമ്മളിപ്പം കണക്ട് ചെയ്യാണ്. അവർക്ക് എന്തോ ഒന്ന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു മാധവിന്റെ അടുത്ത്. അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ? ഹലോ ഹലോ, മോളി ചേച്ചിയാണോ? അതെല്ലോ. മോളി ചേച്ചി, ഞാൻ രമ്യാണ്, മൈൽ സ്റ്റോണിൽ നിന്ന്. പറഞ്ഞോ മോളെ. ഹാപ്പിയാണോ? പിന്നെന്താ, സുഖമായിട്ടിരിക്കണു. ചേച്ചി സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഓണമൊക്കെ നന്നായിരുന്നല്ലോ? നന്നായിട്ട് പോയി. ഓക്കെ ചേച്ചി, ഇന്നിപ്പോ എന്റെ കൂടെ മാധവ് സുരേഷ് ഉണ്ട്, നമ്മുടെ സുരേഷ് ഏട്ടന്റെ മോൻ മാധവ്. അറിയാലോ. അപ്പൊ മാധവിന്റെ അടുത്ത് ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോളൂ കേട്ടോ, ഞാൻ മാധവിന് ഫോൺ കൊടുക്കാം. ഓക്കെ. ഹായ് ചേച്ചി. ഹായ് ചേച്ചി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോനെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ചേച്ചിയോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. മോനെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തെന്നറിയാമോ? പറഞ്ഞു ചേച്ചി. നമുക്ക് എപ്പോഴും സുരേഷേട്ടനെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സങ്കടം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി മോളുടെ കാര്യം. മോനുണ്ടായിരുന്നു ആ സമയത്ത്? മോനുണ്ടായിരുന്നോ? ലക്ഷ്മി ചേച്ചി അച്ഛന്റെ അമ്മയുടെയും ഫസ്റ്റ് ബോൺ ആയിരുന്നു, ആദ്യത്തെ കുഞ്ഞായിരുന്നു. ചേച്ചി പോയി കഴിഞ്ഞാണ് എന്റെ ചേട്ടൻ ജനിച്ചത്. ചേട്ടൻ കഴിഞ്ഞ് രണ്ട് ചേച്ചിമാരും, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. നമ്മൾ ആരും ചേച്ചിയെ കണ്ടിട്ടില്ല. ആണല്ലേ?
അതെ. ഓക്കെ ഓക്കെ. അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരേ ഒരു കാര്യം അതായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ഒരു കുഞ്ഞല്ലേ നഷ്ടപ്പെട്ട, ഉറപ്പായിട്ടും. അതെ, അതെ. നമ്മളും സുരേഷേട്ടനെ കാണുമ്പോ സുരേഷേട്ടന്റെ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ ഈ ഒരു ടോപ്പിക്ക് എപ്പോഴും ചേട്ടനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്കേ. അതെ അതെ അതന്നെ, അതാണ് നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണത്. അതെ. ഐ മീൻ അതിലൊരു അച്ഛന്റെ അമ്മയുടെയും വേദന നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ നമ്മളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ ജനിച്ചതോടെ അവർക്ക് അത് ആ ഒരു വോയിഡ് നഷ്ടപ്പെടത്തില്ല. പക്ഷെ ശരിയാണ്, ആ ഗ്യാപ്പ് എപ്പോഴും അതൊരു വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. അതെ, എന്നും അത് കാണും അവരുടെ മനസ്സിൽ. പക്ഷെ ഓണമൊക്കെ ഹാപ്പി അടിച്ചോളിച്ചോ? കുഴപ്പമില്ലായിരുന്നു. എനിക്ക് എന്റെ സിനിമയുടെ പ്രൊമോഷൻ വർക്ക് നടക്കുമായിരുന്നു, അപ്പൊ അതിന്റെ പുറകെ കുറെ ഓട്ടമായിരുന്നു. നമ്മള് സിനിമ വരുമ്പോഴത്തേന് എന്തായാലും കാണാം കേട്ടോ. തീർച്ചയായിട്ടും കാണണം ചേച്ചി. താങ്ക് യു. സുരേഷേട്ടനെയും ഗോകുലിനെയും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതിന്റെ കൂടെ മാധവും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ചേച്ചി. ഓക്കെ മോനെ, ശരി. താങ്ക് യു ചേച്ചി. ഓക്കെ, ഗുഡ് നൈറ്റ്. മൂവിയുടെ റിലീസ് ഒക്ടോബറിലേക്ക് മാറ്റിയല്ലേ? അതെ, ഒക്ടോബർ 2ലേക്ക്. ഓക്കെ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കുറെ യാത്ര ചെയ്യാലോ, പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട്. അതിന്റേതായ പരിപാടികൾ അല്ലേ? അതെ, ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആ ചേച്ചിയുടെയും ഒരു ഇതെന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഒരു മരണമായിരുന്നു അല്ലേ? അത് സുരേഷ് ഏട്ടനെ മാത്രമല്ല, സുരേഷിനോട് അടുപ്പമുള്ള എല്ലാവർക്കും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് വേദന തന്ന ഒരു കാര്യമാണ്. ലക്ഷ്മിയുടെ മരണം എന്ന് പറയുന്നത് ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു അല്ലെ? അന്ന് ലക്ഷ്മിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് മാധവന് അറിയോ? ചേച്ചിക്ക് 1.5 വയസ്സ്, 2 വയസ്സ് തികഞ്ഞിട്ടില്ല. 1.5 വയസ്സായിരുന്നു. കാറില് അച്ഛന്റെ ബ്രദർ ഉണ്ടായിരുന്നു, ട്വിൻസില് ഒരാളുണ്ടായിരുന്നു, ആൻഡ് അമ്മയും ഉണ്ടായിരുന്നു. ഈ ആക്സിഡന്റിൽ ആക്ച്വലി അമ്മയ്ക്കും സീരിയസ് ആയ ഒരു ഇഞ്ചുറി പറ്റിയായിരുന്നു. എന്താ പറ്റിയ? അമ്മയുടെ ഫീമർ, തൈ ബോൺ, അത് ഫുള്ളി ഫ്രാക്ചറായി അകത്തുള്ള ഫീമറിനകത്തുള്ളൊരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് ബോഡിയിൽ ഫുൾ സ്പ്രെഡായി ഷോക്കിലോട്ട് പോയായിരുന്നു. ആൻഡ് ഷീ വാസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഫോർ എ വൈൽ. അത് കാരണം ഇപ്പൊ മൂവിങ് ഫോർവേഡ് ലൈഫിലും അമ്മയുടെ മുട്ട് ഏകദേശം കംപ്ലീറ്റ് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. റീപ്ലേസ്മെന്റ് ചെയ്യണോ? അത് അറിയത്തില്ല, അതിൻ്റെതായ മെഡിക്കൽ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷേ അന്നത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്നും സഫർ ചെയ്യുന്ന ഒരാളാണ് അമ്മ. പാരന്റ്സിനുണ്ടായ ഒരു മെന്റൽ ടോളിന്റെ കൂടെ അമ്മയ്ക്ക് ഒരു ഫിസിക്കൽ ടോളും കൂടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു ആക്സിഡന്റ്? കൊല്ലത്ത് വീടിനടുത്ത് വെച്ച്, കൊല്ലത്തെ അച്ഛന്റെ വീടിനടുത്ത് വെച്ചായിരുന്നു. മറന്നുപോയ ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ ഇതിപ്പോ കോൾ വന്നതുകൊണ്ട് മനസ്സിലായില്ല, അത് മറന്നിട്ടും കാര്യമില്ല, നടന്ന് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മളാരും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്കിതിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുമാത്രം വിഷമമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതെന്റെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല. സോ ഹാപ്പൻസ്. സുരേഷ് എപ്പോഴും ഓരോ ഇതിലും പറയാറുണ്ടല്ലോ അതിന്റെ ആ ഒരു ഇത്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ ചേച്ചിയും അത് ചോദിക്കാൻ കാരണം. ഓക്കെ, നമുക്കിനി ആ ഒരു മൂഡിൽ നിന്ന് നമുക്കൊന്ന് മാറി നമുക്കൊന്ന് ഒരു ഫൺ മൂഡിലേക്ക് പോകാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് കണ്ടോ, 3 പിക്ചേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്തപ്പം ഇത് ലിഫ്റ്റ് ചെയ്താൽ മതി. മലയാളം വായിക്കാൻ അറിയോ മാധവന്? ആണോ? അപ്പോ മലയാളിയല്ലേ, അങ്ങനെ പാരഗ്രാഫ്സോളം വരുന്ന മലയാളത്തിൽ സ്പീഡിൽ വായിക്കാൻ അറിയത്തില്ല. എന്നാലും വായിക്കാൻ പറ്റും. ഓക്കെ, എന്നാലും ഇവന്മാരിത് എങ്ങനെ അറിഞ്ഞു? ഇതാണ് യെസ് ആണെങ്കിൽ ഇതുടനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് കാണിക്കണം. ഓക്കെ, ഇതിവിടെ വെക്കാം. ഇനി അടുത്തത് ഇത് നോ ആണ് ആൻസർ എങ്കിൽ നഹി പറഞ്ഞാ മതി. നഹി എന്ന് പറഞ്ഞാ നഹി പോടാ ഹേ, കണ്ട? ഇതാണ്, ഇതൊക്കെ ഓരോ സിനിമയിലെ ഓരോ ഡയലോഗ്സ് ആണ്. അടുത്തത് ഇത് ഇഗ്നോർ ചെയ്യാനുള്ളത് ഇതാ കമ്പിളിപ്പതിപ്പ്. കൂൾ. ഓക്കെ, നമുക്കിനി ആ ഒരു ഫൺ സെഗ്മെന്റിലേക്ക് പോവാം. എങ്ങനെ അതാണ് സെഗ്മെന്റിന്റെ പേര്. ആദ്യ കാഴ്ചയിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അതെ, ഇവന്മാരിത് എങ്ങനെ അറിഞ്ഞു തുടങ്ങി?
തുടക്കത്തിൽ തന്നെ ഒരു യെസ് കിട്ടിയല്ലോ. യെസ് കിട്ടി അതെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അത് ഏത് പ്രായത്തിലായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 23-ാമത്തെ വയസ്സ്. അപ്പോഴായിരുന്നോ? ഒരു 1 year മുന്നേ ആയിട്ടുള്ളൂ ആണോ? ഓക്കെ, ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. അടുത്ത ചോദ്യം, കോ ആക്ടേഴ്സിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഓക്കെ. പ്രണയം വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സോ അതും വോക്കലായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വീട്ടിൽ പിടിക്കല്ലോ. അപ്പൊ അത് വീട്ടിൽ പിടിച്ചല്ല, നമ്മളായിട്ട് പറഞ്ഞിട്ടല്ലേ വീട്ടുകാർ അറിഞ്ഞേ അല്ലേ? ഓക്കെ. നിങ്ങളുടെ പ്രപ്പോസൽ ആരെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇതും അതെ. ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അതാണ്, ആരൊക്കെ എവിടെ നിന്നൊക്കെ അറിയണു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, തേപ്പ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് ഏത് ഏജിലാന്ന് അടുത്ത ചോദിക്കുന്നുള്ളൂ. I think 18, 19 ആണല്ലേ, ആ ഒരു പ്രായത്തില്. ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഇപ്പോ ഞാൻ യു കെയിലല്ലേ ആ ഒരു ഏജില് അല്ലേ? ഓക്കെ. ഇനി മറ്റൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ടോ? മറ്റൊരാളുടെ രഹസ്യം പുറത്തു പറഞ്ഞിട്ടുണ്ടോ? കമ്പിളിപ്പതപ്പാണത്. ഓക്കെ. വിളിക്കാത്ത പരിപാടിക്ക് വലിഞ്ഞു കയറി പോയിട്ടുണ്ടോ? ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഫീമെയിൽ എന്ന വ്യാജേന പുരുഷന്മാരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും വേറെ പ്രെറ്റൻഡ് ചെയ്ത് പുരുഷന്മാര് വന്നിട്ടുണ്ടോ? എന്നിട്ട് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കാനൊന്നുമില്ല. ഞാൻ പൊതുവെയുള്ള ആൾക്കാർ ഇപ്പൊ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ആരാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം മാന്യതയോടെ സംസാരിക്കുന്നവരോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അല്ല, അതപ്പോ അതിനകത്ത് അവര് ഫേക്ക് ആയിട്ടാണോ അത് പുരുഷൻ സ്ത്രീ ആയിട്ടാണോ വന്നതെന്ന് പിന്നെ അപ്പൊ എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? അത് പലപ്പോഴും സംസാരിക്കുന്ന രീതി കൊണ്ടും ആ കോൺവെർസേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി കൊണ്ടും പിന്നെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള. മാധവ് എന്ന് പറയുന്ന ഒരാൾ വളരെ ബ്രില്യന്റ് ആയതുകൊണ്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഞാൻ പറയുന്നില്ല. അതെ, ബേസിക് മനുഷ്യന് വേണ്ട ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് അത് കണ്ടുപിടിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ സെഗ്മെന്റ് കഴിഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ മാധവ് ഇപ്പോൾ കുമ്മാട്ടിക്കളിയുടെ ഇതിന് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് കുറേ ഇപ്പോൾ ഇൻ്റർവ്യൂസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഈ ഇൻ്റർവ്യൂസിൻ്റെ എല്ലാം താഴെ കുറേ കമൻസ് ഓരോരുത്തരും പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ഒക്കെ കുറേ പറയാറുണ്ട്. ഇങ്ങനത്തെ കമൻസ് പൊതുവെ നോക്കുന്ന ഒരാളാണോ മാധവ്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അല്ലാതെ മൂവിയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ തന്നെ കോണ്ടന്റ് ഞാൻ ഇരുന്ന് കാണുമ്പോഴത്തേക്കും കണ്ടുപോകുന്ന കമൻസും ഉണ്ട്. ചിലതിന് റെസ്പോൺസ് കൊടുക്കേണ്ടതിന് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ചിലതിന് ഞാൻ കൊടുക്കാറുണ്ട്. ബട്ട് അഗൈൻ ആ സമയത്ത് ഞാൻ അത് എക്സ്പ്രസ് ചെയ്യും. ഇറ്റ്സ് നോട്ട് സ്റ്റേയിങ് വിത്ത് മീ ആഫ്റ്റർ ദാറ്റ്. പറയാനുള്ളത് അപ്പം പറയും, പിന്നെ അടുത്ത കാര്യത്തിലൂടെ മൂവ് ഓൺ ചെയ്യുക. പക്ഷേ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമന്റും പോയി നോക്കുക, എന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഒന്നും അല്ല. അതിൽ വലിയ കാര്യമൊന്നും ഇല്ല അല്ലേ? അഗൈൻ വേറെ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് നമ്മളത് അഗൈൻ വൾഗറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്കെയിൽ ഉണ്ട്. ചിലതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. എനിക്ക് എന്റെ വാല്യൂവും എന്റെ സ്റ്റാൻസും മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓക്കെ, അപ്പൊ ഇത് അടുത്ത നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ താഴെ വന്നിരിക്കുന്ന കുറെ കമന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇതിനകത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അന്ന് ചിലപ്പോൾ ഇതിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ കൊടുത്തിട്ടില്ലാതായിരിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അതിനൊരു തിരിച്ചൊരു കമന്റ് യുവർ കമന്റ് അത്രേ ഉള്ളൂ. സോ സെഗ്മെന്റ് പേര് നോട്ട് യുവർ റിയാക്ഷൻ എന്നാണ്. നമുക്ക് പോവാം. ആദ്യത്തെ കമന്റ് എന്തായിരുന്നു വെച്ചാൽ ചെക്കൻ പൊളി, ഇവൻ കയറി വരും മിടുക്കൻ. ഇങ്ങനെ ഒരു കമന്റ് ആണ് ഒരെണ്ണം ഉണ്ടായിരുന്നത്. അത് കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ വിചാരിച്ച ആ വ്യക്തിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ അങ്ങനെ അത്രയൊരു പെഡസ്റ്റലിൽ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അടുത്തത് മാധവിന് സുരേഷ് ഗോപിയുടെ മാനറിസം ഉണ്ടെങ്കിലും പൃഥ്വിരാജിന്റെ പേഴ്സണാലിറ്റിയാണ്. ഞാൻ അതിന് സിമിലർ ആയ കുറെ കോമന്റ്സ് കണ്ടിട്ടുണ്ട്. ആണോ? ഓ,
രാജുവേട്ടനായിട്ട് എൻ്റെ കുറെ മാനറിസംസ് അസോസിയേറ്റ് ചെയ്യുന്ന പല കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് പൃഥ്വിരാജ്. സോ അദ്ദേഹത്തിനായിട്ട് സാമ്യത ആൾക്കാർ കാണുന്നു, അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുന്നു. തീർച്ചയായും എനിക്ക് അഭിമാനമുള്ള കാര്യം മാത്രമാണത്. വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. വെരി ഹാപ്പി സച്ച് എ റെഫറൻസ് ഇസ് ബീങ് മെയ്ഡ്. സോ പൃഥ്വിയായിട്ടും നല്ല കണക്റ്റഡ് ആണോ? സംസാരിക്കാറുണ്ട്. ഞാൻ ഐ തിങ്ക് എങ്ങനെ പറയാ, ഒരു ഐഡൽ ഫിഗർ പോലെ വെച്ചിട്ടുള്ളതാണ്. പല രീതിയിലും ഒരു ആക്ടർ എങ്ങനെ ആവണം, ഒരു സെലിബ്രിറ്റി എങ്ങനെ ആവണം എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. someone our generation and age ഗ്രൂപ്പിലുള്ള budding actors can definitely look up to him, how he's carried himself, how he takes his career forward, how he takes his celebrity forward. So okay, മൊത്തത്തിൽ ആളുടേത് ഒരു ഫേക്ക് ആൻഡ് ആർട്ടിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ് പോലെ ആരെയെങ്കിലും അനുകരിക്കുന്നുണ്ടോ? ഇതാണ് വേറൊരു കമന്റ്. മാധവ് സുരേഷിന്റെ ബെസ്റ്റ് വേർഷൻ ആവാൻ നോക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഫേക്ക് ആയിട്ട് തോന്നിയേക്കാം. അതൊക്കെ കാണുന്നവരുടെയും കൂടി ഒരു കാഴ്ചപ്പാടിന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. സോ ഞാനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നേ ഉള്ളൂ. The way of talking is amazing. Super clarity on his words. അതാണ് വേറൊരു കമന്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. ആണോ? അപ്പൊ ഇതിന് കൊടുത്തിട്ടുണ്ടോ? റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? ഇതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആരും അടുത്ത് അയച്ചു തന്നത്. ആണോ? ഞാൻ കണ്ട ആ സമയത്ത് വേറെ ഒന്ന് വർക്കിലിരിക്കുകയാണ്, ഞാൻ വിട്ടത്. അത് നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം അതിന് ട്രൂ മീനിങ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. വെറുതെ 10 വാക്കുകൊണ്ട് തീരേണ്ട സെന്റൻസ് 100 വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. സോ ക്ലാരിറ്റിയോടെ പ്രിസിഷനോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ അതിൽ പെർഫെക്റ്റ് അല്ല, പരമാവധി ശ്രമിക്കാറുണ്ട്. അത്ര എനിക്ക് പറയാൻ പറ്റും അതിനെ പറ്റി. ഓക്കെ. പിന്നെ ഒന്നുള്ളത് ജാടത്തിണ്ടി. എന്ത് ചെയ്യാനാ, തോന്നിപ്പോയി. സുരേഷ് ഏട്ടന്റെ മക്കൾക്കെല്ലാം ജീവിതത്തെ കുറിച്ച് ഇത്രയും വ്യക്തമായ കാഴ്ചപ്പാട് എങ്ങനെ കിട്ടി? വീട്ടിൽ നിന്ന് കിട്ടി, കുടുംബത്തിന്ന് കിട്ടി. ആ പെങ്കൊച്ച തേച്ചിട്ട് പോയോ? ഇപ്പോൾ ഇൻസ്റ്റാ പേജിൽ ഒന്നും കാണുന്നില്ലല്ലോ. ആരും പെൺകൊച്ച്, ഇവർക്ക് വീട്ടില് വേറൊരു പണിയും ഇല്ലേ? മീഡിയക്കാരും എല്ലാരും കൊണ്ടാണ് സമാധാനം എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത. എന്തൊക്കെയല്ലേ. ആൻഡ് എന്നെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത് വരുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്കും അവരുടേതായ കുടുംബമുണ്ട്, അവരുടേതായ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ whether it's dating rumors or whether it's even a certain amount of love interest, ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ റൂമേഴ്സ് വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് പോകുന്ന എന്റെ കുടുംബത്തിന് മാത്രമല്ല, ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്കും പോകും. അപ്പൊ അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാവുന്നത് മീഡിയക്കാർ തന്നെ വരുത്തി വെക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എനിക്ക് എന്റെ ആക്ഷൻ ഉണ്ടായാല് ഞാൻ ഐ തിങ്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടത് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിരുന്നു. ഞാൻ ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടായിരുന്നു. കുറച്ച് ഓവർ ദ ടോപ്പ് ആയിരുന്നു. എനിക്ക് അത്രയധികം എന്റെ ലൈഫിൽ പ്രാധാന്യമുള്ള ഒരാൾക്ക് വേണ്ടി ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ this is how they received it. ഓക്കെ. പറയാനുള്ളത് തുറന്നടിച്ച് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അങ്ങനെയാണോ മാധവ്? അഗൈൻ ഞാൻ ആരെയും പോയി അബ്യൂസ് ചെയ്യോ ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളല്ല. എന്റെ ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് പറയാനുള്ള അവകാശം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അത് എന്റെ മുന്നിൽ ആയിരുന്നാലും ഞാൻ പറയും. ഹ്യൂമൻ റൈറ്റ് ടു വോക്കലൈസ് യുവർ ഒപ്പീനിയൻ as long as I'm not insulting or hurting someone. Sometimes people might get hurt by the truth. That's none of my business. ഞാൻ പറയുന്ന കാര്യം എൻ്റെ പെർസ്പെക്റ്റീവിൽ സത്യം അല്ലെങ്കിൽ വാല്യൂ ഉള്ള കാര്യമാണ്. അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. സോ ഓക്കെ. അങ്ങനെ ആ സെഗ്മെന്റും തീർന്നു. കണ്ടോ, എല്ലാ സെഗ്മെന്റ്സും വളരെ പെട്ടെന്ന് പോവാണ്. ഇഷ്ടപ്പെട്ടു. ആണോ? എന്നാ ഞാൻ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും കൂടെ ചോദിക്കണോ? ഓക്കെ. അടുത്തെന്ന് വെച്ചാല് തിരനോട്ടം. അതായത് ഇത് നമ്മുടെ അച്ഛന്റെ, ഇപ്പൊ ഞാൻ ഓരോന്നും പറയുമ്പോൾ അച്ഛന്റെ ഫേവറേറ്റ് മൂവി ഒക്കെയാണ് പറയേണ്ടത്. അച്ഛന്റെ ഇതായിട്ടാണ് ഓരോന്നും പറയേണ്ടത്. ഫസ്റ്റ് വൺ അമ്മയുടെ ഫേവറേറ്റാ ചോദിക്കണേ. അപ്പൊ അമ്മയ്ക്ക് അച്ഛന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നാണ് പറയേണ്ടത്. എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഐദർ ഇന്നലെ ഓർ മണിച്ചിത്രത്താഴ് ആണ്. ഏതാണോ ഒന്നിലേക്ക് നിൽക്കാൻ പറ്റില്ല.
എനിക്കറിയത്തില്ല. അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് മണിച്ചിത്രത്താഴിനെ പറ്റിയാണ്. ആണ് അല്ലേ? ഓക്കെ. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള 2 സിനിമയും കൂടെ ഉണ്ട്, ആ ജനകൻ ആൻഡ് അപ്പോത്തിക്കരി. ഓ അപ്പോത്തിക്കരി ഒരുപാട് പേർക്ക് അറിയാത്തൊരു സിനിമയാണ്. നല്ല ബ്യൂട്ടിഫുൾ മൂവിയാ. ബ്യൂട്ടിഫുൾ മൂവി ശരിക്കും. അച്ഛന്റെ മാത്രമല്ല, ആസഫയ്ക്കാണെങ്കിലും എല്ലാരും ജയൻചേട്ടനാണെങ്കിലും ആ മൂവി തന്നെ നല്ല മൂവി. ശരിക്കും നമുക്ക് ഓരോന്നും അത് കാണുമ്പോഴും ഒരു പേടിയും ഒരു ഇതും. എത്ര എത്ര സൂപ്പർ മൂവിയാണത് ശരിക്കും. അടുത്തത് അച്ഛൻ ചെയ്തിരിക്കുന്നതിൻ്റെയാണ് പറയേണ്ടത്. മൂവി വിത്ത് എ റിസ്ക്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നത് സുരേഷ് ഏട്ടൻ വളരെ റിസ്ക് എടുത്ത് ചെയ്ത ഒരു മൂവി. ഐ തിങ്ക് ന്യൂഡൽഹിയുടെ ആണോ കാശ്മീരിന്റെ ഭാഗത്ത് ഷൂട്ട് ചെയ്ത 2 സിനിമ ഉണ്ടായിരുന്നു. ഒന്ന് ഐ തിങ്ക് ഇസ് ന്യൂഡൽഹി, ഒരു സിനിമയും കൂടെ ചെയ്തിട്ടുണ്ട്, നായർ സാബ് ആണെന്ന് തോന്നുന്നു. ആണോ? ഐ തിങ്ക് സോ. അതും ഏകദേശം ആ സൈഡിലായിരുന്നല്ലോ എന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ്. അത് എക്സ്ട്രീം ക്ലൈമറ്റ്സിലും ഒരുപാട് ഈ കാലത്ത് ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സേഫ്റ്റിയും ഗിയേഴ്സും അങ്ങനത്തെ ഉണ്ടാവില്ല. നേരെ ഹൈറ്റ്സിൽ നിന്ന് എടുത്ത് മഞ്ഞിലോട്ട് ചാടുക ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇന്നും ഇപ്പൊ ലോങ് ടേം ആയിട്ടുള്ള ബാക്ക് ഇഞ്ചുറീസ് ഉണ്ട്. സോ അങ്ങനത്തെ ഫിസിക്കും ഹെൽത്തും റിസ്ക് ചെയ്ത് ഒരുപാട് ഷൂട്ട്സ് പണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു ഭാഗമാണ്. നമ്മള് ക്യാമറ കാണിക്കുന്ന എല്ലാം ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പടക്കം പൊട്ടുന്ന അല്ലെ ബോംബ് പൊട്ടുന്ന കാണിക്കുവാണെങ്കിൽ മിനിമം ഒരു പടക്കം അവിടെ പൊട്ടിക്കേണ്ടി വരും. ചിലപ്പോൾ എറിയുന്ന സെക്കൻഡ് ആയിരിക്കും കയ്യിൽ നിന്ന് പൊട്ടുന്നത്. അതേപോലെ രാഷ്ട്രം എന്ന സിനിമയിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ട്രക്കിലോട്ട് സ്പിരിറ്റ് കടത്തുന്ന ഒരു ട്രക്കിലോട്ട് ഒരു ബോംബ് എറിയുന്നവരെ കാണിക്കുന്നത്. ആ സീക്വൻസിൽ കൈയിന്റെ തൊട്ടടുത്ത് നിന്ന് പടക്കം ആക്ച്വലി പൊട്ടി. ഐ തിങ്ക് ഈ ഒരു ഷേപ്പിൽ ഇത്രയും പഫി ആയിട്ട് ഓൾമോസ്റ്റ് 2-3 വീക്സ് ഉണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ റെഡ് സർക്കിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഹാപ്പൻസ്, ആക്സിഡന്റ്സ് ഹാപ്പൻ. ARMന്റെ ഷൂട്ടിന്റെ സമയത്ത് ടോവിച്ചേട്ടന് ഫേസിൽ വന്നൊരു ഇഞ്ചുറി ഉണ്ട്, ഫേസിലും നെക്കിലും വന്നൊരു ഇഞ്ചുറി ഉണ്ട്. അതേപോലെ ജീൻ ചേട്ടൻ ചെയ്ത സിനിമ ഉണ്ടല്ലോ, ഡേവിഡ് പടിക്കൽ, സൂപ്പർ സ്റ്റാർ ആയിട്ട്. ഞാൻ ഒന്നുകൂടെ അത്. പിന്നെ നടികർ തിലകത്തില് ഒരു ഷൂട്ടിങ്ങിന്റെ സീക്വൻസിൽ ഒരു ഫിഷ് ടാങ്ക് ഫുൾ പൊട്ടിയിട്ട് വെച്ചാണ്ട് മുകളിലോട്ട് വന്ന് വീണായിരുന്നു. അത് ഓൺ സെറ്റ് നടന്നൊരു ആക്സിഡന്റ് ആണ്, ഷൂട്ടിന് ഇടയ്ക്ക് നടന്നതല്ല, ഓൺ സെറ്റ് നടക്കുന്നതാണ്. ഇങ്ങനത്തെ പല സിറ്റുവേഷൻസിലും നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ, ഇറ്റ്സ് ഹ്യൂമൻ ലൈഫ്. So not just for cinema, but it is part of cinema. We're also human beings doing human actions. ഇനി മാധവന് അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലേലം. അല്ല, അത് മാധവന് ചെയ്യാൻ ആഗ്രഹമുള്ള മൂവിയാണ്. അപ്പൊ മാധവന് അച്ഛന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാ? അച്ഛന്റെ പെർഫോമൻസസും ആൻഡ് ഓൾസോ ഇപ്പം റീച്ച് കിട്ടിയ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ലേലം പറയാൻ പറ്റും, കമ്മീഷണർ പറയാൻ പറ്റും, മാഫിയ പറയാൻ പറ്റും, ഏകലവ്യൻ. ഐ തിങ്ക് ഏകലവ്യൻ മെയ്ഡ് ഹിം എ സൂപ്പർ സ്റ്റാർ. സോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് അച്ഛന്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നതിന് ഒരു വളരെ പേഴ്സണൽ റീസൺ ഉണ്ട്. അത് യു മൈറ്റ് നോ അബൌട്ട് ഇറ്റ്, ഭരചന്ദ്രൻ IPS. That movie holds a lot of meaning or value in our family. So ഭരചന്ദ്രൻ IPS. അതാണ് ഏറ്റവും. എത്ര തവണ കണ്ടിട്ടുണ്ടാവും? അച്ഛന്റെ ഏറ്റവും കൂടുതൽ തവണ കണ്ടിരിക്കുന്ന മൂവി ഏതായിരിക്കും? TV-യിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴാണ്. ഞാൻ അല്ലാതെ കോപ്പി സീക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈൻ പോയി കണ്ടുപിടിച്ച് കണ്ടിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ഭരചന്ദ്രൻ IPS, ദെൻ ലേലം, ദെൻ കമ്മീഷണർ. കഴിഞ്ഞാൽ വാഴുന്നൂർ വരും. ഇതൊക്കെ എത്ര തവണ വല്ല ഓർമ്മയുണ്ടോ? ഭരചന്ദ്രൻ ഞാൻ കൗണ്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഇല്ല, എത്രയോ തവണ കണ്ടിട്ടുണ്ട്. 100 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ലേലം ഒരു 30-40 തവണ കണ്ടിട്ടുണ്ടായിരിക്കും. വാഴുന്നൂർ ഒരു 10-20 തവണ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്മീഷണർ അഗൈൻ ഒരു 30-40 ടൈംസ് കണ്ടിട്ടുണ്ട് എല്ലാം തന്നെ. ഓക്കെ. റിപ്പീറ്റഡ് ഡയലോഗ് അറ്റ് ഹോം, അതായത് സുരേഷ് ഏട്ടൻ സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് അത് വീട്ടിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഏത് ഡയലോഗ് ആയിരിക്കും? മൂവി ഡയലോഗ്സ് വീട്ടിൽ റിപ്പീറ്റ് ചെയ്യാറില്ല. ഇല്ല, എന്നാലും എന്തെങ്കിലും ചെറുത് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ല. someone who knows how to separate his film career to his personal life. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട്. അത് തൊഴിലാണ്. ഓക്കെ, ഡയലോഗ് പറയുന്നതും തൊഴിലിന്റെ ഭാഗമാണ്. വീട്ടില് ഹീസ് സുരേഷ് ഗോപി ദി ഇൻഡിവിജ്വൽ, സുരേഷ് ഗോപിനാഥൻ പിള്ളൈ. ഓക്കെ. അൺഎക്സ്പെക്റ്റഡ് ഫ്ലോപ്പ്, ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഫ്ലോപ്പ് ആയി പോയൊരു മൂവി? അച്ഛൻ
ഐ തിങ്ക് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിനിമയുടെ ക്വാളിറ്റി അല്ല അത് സിഗ്നിഫൈ ചെയ്യുന്നത്. അത് ആ സമയത്തുള്ള സിറ്റുവേഷനും ലക്കും ആൾക്കാരുടെ സ്വീകരണവും എല്ലാം കൊണ്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണത്. അങ്ങനെ നോക്കുവാണെങ്കിൽ മേൽവിലാസം, മാധവ് രാംദാസ് സർ എന്ന് പറയുന്ന ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ്. അത്രയും ടെക്നിക്കൽ സ്കിൽ ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുന്ന ഡയറക്ടറാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ ആയിരുന്നു. ആ സമയത്തെ സിനിമ ക്രൗഡിന്റെ എക്സ്പെക്ടേഷന് ആ മൂവി മീറ്റ് ചെയ്തില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. കോർട്ട് റൂം ഡ്രാമ ആയിരുന്നു. ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ വാക്കുകൾ വെച്ചാൽ ലാഗ് തോന്നി ഒരുപാട് പേർക്ക്. കോർട്ട് റൂം ഡ്രാമയാണ്. ഫുൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടിലാണ്. 90% ഓഫ് മൂവി ആ കോർട്ട് റൂമാണ് കാണിക്കുന്നത്. ബട്ട് അതിന്റെ സ്റ്റോറിയും അതിന്റെ ഡയലോഗ്സും കേട്ട് കഴിഞ്ഞാൽ ആ സിനിമയുടെ വാല്യൂ മനസ്സിലാവും. സോ മേൽവിലാസം. അപ്പോത്തിക്കരി കമേഴ്ഷ്യലി പെർഫോം ചെയ്തിട്ടില്ല സിനിമ. പക്ഷെ എന്നാലും മേൽവിലാസാണ് കുറച്ചും കൂടെ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. ഇമോഷണലി ക്ലോസ് ടു ഹാർട്ട് അച്ഛന്റെ ഏത് മൂവി ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക്? ഭരചന്ദ്രൻ. ചാലഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ ഐ തിങ്ക് ഞാൻ ഇല്ലായിരുന്നു. കളിയാട്ടം. അഗൈൻ ആസ് എൻ ആക്ടർ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മൾ തന്നെ ഒരു പേഴ്സണാലിറ്റി വെച്ച് കുറെ ഒരു ക്യാരക്ടറിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കളിയാട്ടത്തിലെ ആ ക്യാരക്ടറിലോട്ട് സുരേഷ് ഗോപി എന്ന ഇൻഡിവിജ്വലിന് പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ല. മെയിൻ സ്ട്രീം ചെയ്യുന്ന റോൾസ് നോക്കിയാലും ദ ഫയർ ബ്രാൻഡ്, ദി ആക്ഷൻ. കളിയാട്ടത്തിൽ അങ്ങനെയല്ല, വേറൊരു ക്യാരക്ടറാണ്, വേറൊരു ലുക്കാണ്. സോ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ശരിക്കും ഒരു ചാലഞ്ചിങ്, ഡിസർവിംഗ് നാഷണൽ അവാർഡ് വിന്നർ. നെക്സ്റ്റ് വൺ, ഈ തിരനോട്ടത്തിലെ ലാസ്റ്റ് ചോദ്യം. ഫേവറേറ്റ് സോങ് അച്ഛൻ ചെയ്ത സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്? ഫേവറേറ്റ് സോങ് ഗീതു ചേച്ചി പാടിയ ഒരു പാട്ടുണ്ടല്ലോ, തെങ്കാശിപ്പട്ടണത്തിലെ. തെങ്കാശിപ്പട്ടണത്തിലെ പാട്ട്. ഒരു സിംഹമല. ആ പാട്ടാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? പാടുവോ? മാധവ് പാടുവോ? ഞാൻ തനിയിരിക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത് ഇരുന്ന് പാടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പഠിക്കേ. പബ്ലിക്കിന്റെ മുന്നിൽ പാടാനുള്ള ധൈര്യം എനിക്ക് ഇന്നും. ഞാൻ എന്റെ അച്ഛനെയും എന്റെ അമ്മയും എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലിയും ആണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാട്ട് ഞാൻ പാടുമ്പോൾ അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്ന് മാത്രമേ ചെയ്യത്തുള്ളൂ. അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടോ? ചുമ്മാ ഒരു പാട്ട് പാടിയാ ഒരിക്കലും ഇല്ല. അത് ഒരു ആർട്ട് ഫോം ആണ്, അതിന് ട്രൂ റെസ്പെക്ട് കൊടുക്കണം. സൂപ്പർ. ഓക്കേ, അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മാധവ് പിന്നീട് ഇങ്ങനെ ഒരു പാട്ട് പാടിത്തരും. പഠിച്ചെല്ലാം പാട്ട് പാടാൻ വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലേ? ഇൻവൈറ്റ് ചെയ്യുമല്ലോ അല്ലേ? പിന്നെന്താ, വരുമല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് അച്ഛന് വേണ്ടിയിട്ട്. അതാണ് അടുത്ത റൗണ്ട്. അതായത് ഇപ്പം അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ എന്തായിരിക്കും ഇതിന് മറുപടി പറയാ? മകൻ എന്നുള്ള രീതിയിൽ നമുക്ക് അച്ഛന്റെ ഒരു ഇതറിയായിരിക്കുമല്ലോ, അതനുസരിച്ചിട്ട് അറിയാവുന്ന പോലെ അതിനൊന്ന് പറയാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാത്ത വിമർശിക്കുന്നവരോട് എന്താണുള്ളത്? രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാതെ വിമർശിക്കുന്നവരോട് സുരേഷ് ഏട്ടൻ എന്തായിരിക്കും അവരോട് പറയാനുണ്ടാവുക? ഞാനൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലേ പറയത്തുള്ളൂ. അത് അച്ഛൻ ഈ വിമർശിക്കുന്ന മനുഷ്യരെ പോലെയും സ്വന്തം പെർസ്പെക്റ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വന്തം തീരുമാനം എടുക്കാനും സ്വന്തം ജീവിതം മുന്നോട്ട് ജീവിക്കാനും അതിനു വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എന്തും ചെയ്യാനും അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ വിശ്വാസത്തോടെ, കോൺഫിഡൻസോടെ മുന്നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള തുറന്നു പറച്ചിലുകളുടെ പേരിൽ പഴി പറയുന്നവരോട് മറ്റൊരാളെ താത്തി കാണിച്ച് ജയിക്കാൻ നോക്കരുത്, മറ്റൊരാളെ കുഴി ചാടിച്ച് ജയിക്കാൻ നോക്കരുത്. ഫാക്ട്സും വാലിഡ് പോയിന്റ്സും കൊണ്ടും സത്യം കൊണ്ടും ജയിക്കാൻ നോക്കുക. സിനിമയിലെ പൊളിറ്റിക്സിനോട് നോ കോമന്റ്സ്. അച്ഛന്റെ ആരാധകരോട് ഇതുവരെ അച്ഛനെ എത്തിച്ചത് ആരാധകർ തന്നെയാണ്. അവരോട് എന്നും നന്ദിയും കടപ്പാടും എൻ്റെ അച്ഛനുണ്ട്. അത് പറയാറുള്ള കാര്യമാണ്. ആണോ?
സിനിമയുടെ കാര്യത്തിൽ വീട്ടിൽ എന്തെങ്കിലും ലെസൺസ് അച്ഛൻ പകർന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്സ് ദാറ്റ് കം അപ്പ്. ആരാധകരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർസിനെയും സൂപ്പർ സ്റ്റാർസിനെയും ആക്ടേഴ്സിനെയും എല്ലാം ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ ഡൗൺ ടു ദം ആൻഡ് ഹൗ ദേ റിസീവ് യു. ഓക്കെ, അങ്ങനെ നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു. മാധവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിലാണ് എല്ലാം ആൻസർ ചെയ്തത്. പക്ഷെ വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, മാധവ് വളരെ ശ്രദ്ധിച്ച് അത് മാധവിന്റെ സംസാര രീതി എങ്ങനെയാണോ അത് നമ്മളിപ്പോൾ ഒരു മീഡിയയിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് റിസർവ്ഡ് ആയിട്ട് അങ്ങനെ സംസാരിക്കുകയാണോ, അതോ എപ്പോഴും മാധവിന്റെ ഒരു സ്റ്റൈലേ ഇങ്ങനെ തന്നെയാണോ? See, life takes you through a lot of lessons. This is one thing I've learned. Communicate ചെയ്യുമ്പോൾ സ്ഫുടതയോട് കാര്യം പറയുക. അത് just because of my journey in my life ഞാൻ പഠിച്ചൊരു കാര്യമാണ്. പിന്നെ മീഡിയക്കാരോട് മാത്രം ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല. പൊതുവെ ആരുടെങ്കിലും സംസാരിക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഇതേപോലെ ശ്രദ്ധിച്ച് പറയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ അമ്മ എന്ന ആൾക്കാർ ഈ സൊസൈറ്റിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവർ റെസ്പോൺസിബിൾ ആവും എന്നുള്ള ഒരു തോട്ട് കൊണ്ട് മാത്രം കുഞ്ഞിലെ തൊട്ട് ഞാൻ എന്നെ തന്നെ പ്രൈം ചെയ്യണം അതിനു വേണ്ടി. സോ ഇന്ന് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ട്രെയ്റ്റ് അതുകൊണ്ട് വന്നതാണ്. അല്ലാതെ ജനിച്ചു വീണപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഓക്കെ, ഈയിടെ ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായിട്ട് നിൽക്കുന്നതാണ് ആക്ടർ നിഖില വിമൽ പറഞ്ഞത്. ഇനി സോഷ്യൽ മീഡിയക്കാർ തിയേറ്ററിൽ പോകുമ്പം നമ്മൾ ആക്ടേഴ്സൊക്കെ സിനിമ കാണാൻ കയറുന്നത് നിങ്ങൾ വീഡിയോ എടുക്കും, പുറത്തേക്ക് ഇറങ്ങുന്നതും വീഡിയോ എടുക്കും. പക്ഷേ അതൊക്കെ എടുത്തോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അവിടെ വെച്ച് ആക്സിഡന്റിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുമോ, നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒബ്വിയസ്ലി നമ്മളൊന്ന് ഹഗ് ചെയ്യും, നമ്മൾ അവരുമായിട്ട് നമ്മളൊന്ന് വിഷ് ചെയ്യും. ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലേ. അപ്പം ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് എടുത്ത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒരു സ്പേസ് തന്നിട്ടുണ്ട്, എനിക്ക് അവരൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. എനിക്ക് മൂവി ഒറ്റയ്ക്ക് പോയി കാണാനുള്ള ഫ്രീഡം എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഫ്രീഡം ഈ സോഷ്യൽ മീഡിയ തരുന്നില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെക്കാട്ടിലും പേടിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നുള്ളൊരു സംഭവം നിഖില പറഞ്ഞിട്ടുണ്ടായിരുന്നു. Again, when you're in a profession like this, the media will be after you. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നമ്മുടെ ഒരു വിഷ്വൽ കിട്ടുന്നത് ഒരു തീർച്ചയായിട്ടും ഫോൺസിലും അവരുടെ റെക്കോർഡിംഗ് ഡിവൈസസിലും എടുത്തിരിക്കും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രോമിനന്റ് ആയിട്ടുള്ള ഇപ്പോൾ നിഖില ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ്സും പബ്ലിക് മൊമെന്റ്സും എല്ലാം അവര് ചിത്രീകരിച്ചിരിക്കും. As human beings, can we feel wrong done by that? Yeah, absolutely. She has every right to feel like her privacy is violated. But again, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇവരാ വിഷ്വൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അതിനെപ്പറ്റി എങ്ങനെ സംസാരിക്കുന്നു, അതിലെ മോറൽസിലും അതിലെ വാല്യൂസിലും മാത്രമാണ് ഇതിനുള്ള ഉത്തരവ് ഇരിക്കുന്നത്. ഓരോ സിറ്റുവേഷനിലും ആ ഉത്തരം ഡിഫറെൻ്റ് ആവും. So as long as they've done nothing wrong with the visual that they took of hers, again, privacy violated ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ this is part and parcel of the job that you've signed up for. അവർ മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കെന്നല്ല ആർക്കും ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ, നിങ്ങളൊരു സ്റ്റാർ കിഡ് ആകുമ്പോൾ തന്നെ ബാക്കി എല്ലാവർക്കും അറിയാനുള്ളതായിരിക്കും. ബാക്കി നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് സ്റ്റാർസ് അവരുടെയൊക്കെ മക്കളും ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇതേപോലെ ഇപ്പോൾ ഇപ്പോൾ ഈ ഫീൽഡിൽ ഇന്നായിട്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാദർ ചെയ്യാറുണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം ഈ സ്റ്റാർ കിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റാർ കിഡ്സ് വളരെ റയറാണ്. കുറച്ചും കൂടെ സീനിയർ ആണ്. എല്ലാവരും എനിക്കൊരു ചേട്ടസ്ഥാനം അല്ലെങ്കിൽ ചേച്ചി സ്ഥാനം അങ്ങനെയുള്ളവരാണ് കൂടുതൽ. ചാലൂക്കനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 10-15 ഇയേഴ്സിന്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. രാജുവേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദ സെയിം. അപ്പുചേട്ടൻ എന്റെ ചേട്ടനേക്കാളും കുറച്ച് മൂത്തയാണ്. കണ്ണൻ ചേട്ടൻ കാളിദാസ്, കണ്ണൻ ചേട്ടൻ ഫ്യൂ മന്ത്സ് ഓൾഡർ ദൻ ഗോകു. സോ ഇവരെല്ലാവരുമായിട്ട് എനിക്കൊരു ചേട്ടൻ സ്ഥാനം കൊടുക്കുവാന്നല്ലാതെ എനിക്ക് പോലും തോളത്ത് കൈയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ബട്ട് ഇപ്പൊ കണ്ണൻ ചേട്ടനായിട്ട് ഞാൻ ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പുചേട്ടനായിട്ട് അത്രയ്ക്ക് ഞാൻ സംസാരിക്കാറില്ല. ചേട്ടനായിട്ട് അത്യാവശ്യം കൂട്ടാണ്. ചാലൂക്കായിട്ടും അഗൈൻ ഞാൻ ഒരു ഫാനാണ്. സിൻസ് ABCD in 2013 ഞാൻ ദുൽഖർ സൽമാൻ എന്ന ആക്ടറിന്റെ ഒരു ഫാനാണ്. എനിക്കൊരു പരിധിക്കുള്ളൊരു 3 സെന്റൻസ് കൂടുതൽ സംസാരിക്കുമ്പോൾ തന്നെ ആ ഫാൻ ബോയ് കയറി വരും. അതാണ് അവർ എല്ലാവരുമായിട്ടുള്ള, അല്ലാതെ ഒരു ഫ്രണ്ട്ലി ഒരു സംഭവം ആരുമായിട്ടും
ഫ്രണ്ട്ലി ഒരു സംഭവം അങ്ങനെ എനിക്ക് സിനിമ ഇൻഡസ്ട്രിന്ന് അത്ര ക്ലോസ് ആയിട്ട് സ്റ്റാർട്ട് കിഡ് നിലയിൽ അല്ലാത്ത ആക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് മാത്രമല്ല, അത് ടെക്നീഷ്യൻസ് ആയിട്ടും ഒക്കെ എനിക്ക് നല്ല കൂട്ടുകെട്ടുണ്ട്. ഇപ്പൊ ആക്ടേഴ്സിൽ പ്രോമിനന്റ് ആയിട്ട് ഇതേ ഏജ് ഗ്യാപ്പ് ഉള്ള എനിക്കൊരു ഫ്രണ്ട്, ഫ്രണ്ടിന്റെയും ചേട്ടന്റെയും ഇടയ്ക്ക് വരുന്ന അങ്ങനെ ഒരു ബന്ധം എനിക്കുള്ളത് ടോവിച്ചേട്ടനാണ്. ടോവിച്ചേട്ടനായിട്ട് എനിക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു സ്പേസ് ഉണ്ട്. ക്വൈറ്റ് ക്ലോസ് ടു അനുപമ. നമ്മൾ എന്റെ ഫസ്റ്റ് മൂവിയിൽ അനുപമയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ദിവ്യ ചേച്ചി, ദിവ്യ പിള്ളൈ. എന്റെ ഏജ് ഗ്രൂപ്പിലല്ല, ഇവരെല്ലാരും എന്നെക്കാളും പ്രായം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും സീനിയേഴ്സ് ആണ്. ആ ഒരു ഡൈനാമിക് എനിക്കുണ്ട്. ഓക്കെ, ശരി. പിന്നെ അച്ഛൻ കോടീശ്വരൻ ചെയ്തല്ലോ. ആ സമയത്ത് പണ്ട് ഇത് നമ്മുടെ ഹിന്ദിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രാധികേച്ചി അതെന്തോ അന്നത്തെ അത് കണ്ടപ്പോൾ പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങാനും നമ്മുടെ മലയാളം വേർഷനിലേക്ക് വരുവാണെങ്കിൽ സുരേഷേട്ടൻ തന്നെ അത് ചെയ്യണം എന്നുള്ളത് രാധികേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുശേഷം പക്ഷേ ഏഷ്യാനെറ്റിൽ നിന്നും ഈ ഒരു സംഭവം മാധവന് അറിയാവുന്ന അറിയില്ല, അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ നിന്നും ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് സുരേഷേട്ടനെ അപ്രോച്ച് ചെയ്തപ്പം ഫസ്റ്റ് സുരേഷേട്ടൻ പറഞ്ഞു ഇല്ല ഞാനത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ലാലേട്ടനാണ് സുരേഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് സുരേഷ് നീ ഇത് ചെയ്യണം ഈ കോടീശ്വരൻ. ആ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കോടീശ്വരൻ എന്ന പ്രോഗ്രാം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാം അച്ഛന്റെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് നല്ല കാര്യങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കോടീശ്വരനിലെ പ്രൈസ് മണി മാത്രം അല്ലായിരുന്നു പല കണ്ടസ്റ്റൻസും അവിടെ നിന്ന് വിൻ ചെയ്തത്. അച്ഛൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരുപാട് ജയിക്കാൻ പറ്റാത്തവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. From his own pocket. അച്ഛൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, ഒരു ഫിലാന്ത്രോപിസ്റ്റ് ആണ്. So that somehow amplified his work that he was doing, whether it's as a celebrity, whether it's as a humanitarian, anything. It just amplified his work. So ആ ഷോ കൊണ്ട് ഒരുപാട് അച്ഛന്റെ ലൈഫിനെ കുറേ കൂടെ അച്ഛന് ഫുൾഫില്ലിംഗ് ആക്കാൻ പറ്റി. സോ അഗൈൻ ലാലങ്കളന്ന് അങ്ങനെ പറഞ്ഞ് അച്ഛനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്ത ഒരു നല്ല ഡെസിഷൻ ആയിട്ട് ഞാൻ കാണുന്നു. Lovely to hear that story. I never heard of this before. അങ്ങനെ ഒരു കഥയുണ്ട് അതിന്റെ പിന്നിൽ. അതിനുശേഷം പിന്നെ ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ലാലേട്ടനാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ ഒരു സംഭവം അതെന്തെങ്കിലും ഇപ്പം ലാലേട്ടൻ അവിടെ നിന്ന് മാറുകയാണ്, അവിടെ സുരേഷേട്ടൻ ചെയ്യാൻ ഇത് സുരേഷേട്ടനാണ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും മാധവ് അതിനെ സപ്പോർട്ട് ചെയ്യോ? No comments on that because ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസ് കാണാറില്ല. അങ്ങനെ ഐ ഡോണ്ട് വാച്ച് ടു മച്ച് TV. കാണുവാണെങ്കിൽ തന്നെ സിനിമ അല്ലെങ്കിൽ ഞാൻ ഫുട്ബോളാണ് കാണാറുള്ളത്. ആൻഡ് ബിഗ് ബോസ് എന്നൊരു ഷോന്റെ ഹോസ്റ്റ് ആയിട്ട് അച്ഛനെ വിളിക്കുവാണെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് വിളിക്കുവോ എന്ന് ഉള്ള തീരുമാനം എടുക്കേണ്ടത് ആ ഷോ നടത്തേണ്ട ആൾക്കാരുടെ തീരുമാനമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ളത് സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ ആ വ്യക്തിയുടെ തീരുമാനം മാത്രമാണ്. അതിന് എനിക്കൊരു ഒപ്പീനിയൻ ഇല്ല. ഞാനൊരു ബിഗ് ബോസ് ഫാൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ സ്വന്തം അച്ഛനെ എന്റെ ഹോസ്റ്റ് ആയിട്ട് വരുന്നതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നത്. ഞാൻ പക്ഷെ കാണാത്തൊരു കോൺസെപ്റ്റ് ഇഷ്ടമാണോ? കോൺസെപ്റ്റ് അഗൈൻ a lot of people have gained from that show. കുറെ പേർക്ക് അവരുടെ ലൈഫ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു നല്ല കാര്യമാണെങ്കിൽ obviously it's a good thing. ഇതേ സമയത്ത് എന്റെ അച്ഛൻ ഒരു ഫുട്ബോൾ TV ആനലിസ്റ്റ് ആയിട്ട് ഒരു പ്രസന്റർ ആയിട്ട് ഒരു ഷോയിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കേൾക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഫോഴ്സ് ചെയ്യും അച്ഛനെ അതിന് പോവാൻ. അല്ലേ? ഓക്കെ, അന്ന് ഒരു നല്ലൊരു ഫുട്ബോളർ ആവണമെന്ന് ആഗ്രഹിച്ചൊരു മാധവ് അത് ഇന്നിപ്പോ മനസ്സിലാക്കുന്നു അല്ലെ, സ്വയം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, സ്വയം കുറെ മിസ്റ്റേക്സിന്റെയും ആ ഒരു ഇതൊക്കെ മറിച്ച് അത് ആയില്ല. ഇന്നിപ്പോ ഇവിടെ ഒരു നടനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിലിപ്പം എനിക്കറിയാം മാധവ് ഫ്രം ദ ഹാർട്ട് ശരിക്കും ജെനുവിൻ ആയിട്ട് അത് റൈറ്റ് വേയിലൂടെ പോവാനായിട്ട് മാക്സിമം മാധവിന് പറ്റുന്ന ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് അല്ലെ, നല്ലൊരു ആക്ടർ ആവാനായിട്ടുള്ള ശ്രമം മാധവിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്ത് വർക്ക് ചെയ്താലും give it your 100%. ജെന്യുവൻ ആവുക വർക്കിനോട്, ആ തൊഴിലിനോട് ഒരു എമൗണ്ട് ഓഫ് ജെന്യുവിനിറ്റി കാണിക്കണം, എന്നാലേ അത് നമ്മൾ റിവാർഡ് ചെയ്യത്തുള്ളൂ. ഞാൻ എന്റെ എഫേർട്സ് ഇടും ടു ദ ഫുള്ളസ്റ്റ്. ഓക്കേ, ഭയങ്കര പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ ഇപ്പോ? അങ്ങനെ പറയാനും ആയിട്ടില്ല സ്റ്റിൽ അല്ലേ? അങ്ങനെ ആയാൽ കൊള്ളാവുന്നുണ്ട്. കുറച്ചും കൂടെ പ്ലാനിങ്ങിലേക്ക് വന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതായിട്ട് അതൊക്കെ ഒരു ഏജന്റ് ഒരു ഭാഗവും കൂടി ആവണം അല്ലേ? പ്രോബബ്ലി. പക്ഷെ എന്റെ പ്രായത്തിലും ഒരുപാട് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. യെസ്, ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓരോരുത്തരുടെയും ക്യാരക്ടർ. ചെറുപ്പമായ ആൾക്കാരും
അവരുടെ ലൈഫ് കുറേ കൂടി ഡിസിപ്ലിൻഡ് ആയ രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എൻവയൺമെന്റ്, what you make of your life, how you develop your own character. So I hope I can improve at that. That's the best I could say. ഓക്കെ, മാധവനിലെ ഏറ്റവും ബെസ്റ്റും ഏറ്റവും വേഴ്സ്റ്റും എന്താ? ഏറ്റവും best and worst. Start with worst. എൻ്റെ നേരത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സെൻസ് എന്ന് പറഞ്ഞില്ലേ, അച്ഛൻ്റെ ചെറിയൊരു ട്രീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാര്യം മറന്ന് ഞാൻ ആൾക്കാരെ ഞാൻ സഹായിക്കാൻ നിൽക്കും. That's the worst for me, on how it impacts me. And on how it impacts other people, my temper. Best? I'd say I'm persistent. ഓക്കെ, If I want something, I'll go get it. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ചോദില്ല. ഓക്കെ. മാധവ് നല്ലൊരു മകനാണോ അതോ ഏറ്റവും നല്ലൊരു ബ്രദറാണോ? ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ? ഇപ്പം ഭാഗ്യയുടെ തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രദറിന് അവിടെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രദറായിട്ട് അവിടെ നിന്ന് ചെയ്യുകയാണോ, അതോ മാധവിൽ തോന്നുന്ന നല്ലൊരു എല്ലാ അർത്ഥത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മകൻ എന്നാണോ? ഏതിലായിരിക്കും ഏറ്റവും I കൂടുതൽ? feel like I'm a better brother than a son. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഇനി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഒരേ ഒരു സെഗ്മെന്റും കൂടെ ഉള്ളൂ, അതോടുകൂടെ നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുകയാണ്. ചെറിയൊരു സെഗ്മെന്റാണ്, നേരത്തെ പോലെ തന്നെ. ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് കാർഡ്സ് ആണ്. ഇതൊരു 3-4 കാർഡ്സേ ഉള്ളൂ, 5 എണ്ണം. ഇത് ഓരോന്നോരോന്നായിട്ട് മാധവ് തന്നെ വായിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ മതി. Okay. To the camera or to you? ക്യാമറയിലേക്ക് പറയണേ, ക്യാമറയിലേക്ക് പറയാം, അത് മതി. Okay. First one. No one can change their basic character. This goes down to what I said earlier. വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ചൈൽഡിന്റെ ലൈഫിലോട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന ലെസൺസ്, സ്വയമേ അതുകൊണ്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ്. അതിലൊരുപാട് നമ്മൾ മരിക്കുന്ന ദിവസം വരെ നമ്മൾ ക്യാരി ചെയ്യും. Some things that are etched in your core, you carry through till the day you die. So basic character മാറ്റാൻ പറ്റുമോ? ഒരുപാട് എഫേർട്ട് ഇട്ട് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം കണ്ടുപിടിച്ച് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ പറ്റാത്ത കാര്യമൊന്നുമല്ല. ബട്ട് again it takes a lot of effort. This is my opinion. If somebody ignores you, you are not supposed to go behind them, even if you are still in love with them. 50-50. Some things are worth going behind, some things are not worth going behind. If you know what you're doing is right, go for it. But again, try to make a rational decision and prioritize yourself. Okay. Don't expect too much from anybody. The other people, the second person or third person on the other end, they're their own individual as well. They have their own priorities, they have their own life. Expectation can be a serious mood killer. So ഒരുപാട് ഒരു മനുഷ്യൻ്റെ നിന്ന് പ്രതീക്ഷിക്കരുത്. Expect more from yourself, if anything. മാധവ് ഇത്രയും കാര്യഗൗരവത്തോടു കൂടി എല്ലാം വളരെ കറക്റ്റായിട്ട് പറയണം. ഇതൊക്കെ മാധവ് ഇപ്പോഴാണോ അതോ നേരത്തെ മുതലേ ഇങ്ങനെയൊക്കെ ഈ ഒരു തിങ്കിങ് ആയിരുന്നോ മാധവിന്? Again, life is taking me on my own journey. അതിലൂടെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാനെന്ന മനുഷ്യന്റെ വാല്യൂസും പെർസ്പെക്റ്റീവ്സും ചേഞ്ച് ചെയ്യാം. കോർ വാല്യൂസ് അല്ല, certain values get added on, certain values you think that are not good for you will be ditched. So അതുകൊണ്ടുണ്ടായ ചേഞ്ചസ് കൊണ്ടും എൻ്റെ ജീവിത വഴി കൊണ്ടും ഞാൻ എത്തിയ ഒരു പൊസിഷനിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ആ ഗ്രോത്തിന്റെ മാത്രം ഭാഗമാണ്. നന്നായി സംസാരിക്കണം. ഓരോ കാര്യങ്ങളുടെയും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത്. ബ്യൂട്ടിഫുൾ. There's a fourth one, right? If you are addicted to a person, you are in a danger zone. Been there, done that. Prioritize yourself. നമ്മൾ തന്നെ ഒരു വാല്യൂ കൊടുക്കുക. And if someone else is good in your life, keep them. Doesn't mean for a momentary mistake or a moment of them being bad in your life, you need to ditch them. അങ്ങനെയല്ല. But അത് സ്കെയിൽസ് ഉണ്ട് അതിന്. അത് റിയലൈസ് ചെയ്യാനുള്ള ഒരു കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യുക. എന്താണ് നമുക്ക് നല്ലത്, എന്താണ് മോശം.
It's okay to be in love, or it's okay to be in awe of a person. It's not okay to not be able to live without them, or to make them, how can I say this, or to dictate someone's life based on your needs. So yeah. Does life progress over time, or are we under an illusion? Life definitely progresses over time. We face a lot of things on a daily basis. We deal with a lot of things. And again, your core character should not change. If it changes, you should question yourself as a human being. But certain for a things, better change, it's nice, അല്ലേ? for a better change, it's nice. But yeah, absolutely. But core values are often built based off of good things. If they're bad, you definitely need to recognize them and change them. But when I speak about core values, ഒരാളുടെ basic, again, ഈ etched values, പൊതുവെ നല്ല കാര്യങ്ങളായിരിക്കും ഒരു മനുഷ്യൻ അവരുടെ വാല്യൂസിൽ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലാത്ത കാര്യങ്ങൾ, again, നമ്മൾ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ആ പഠനത്തിലുള്ള നല്ല ചേഞ്ചസും നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അട്രാക്ട് ചെയ്യുക. കീപ് ഹോൾഡ് ഓൺ ടു ദം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കോമൺ സെൻസും ഡെവലപ്പ് ചെയ്യുക. ആൻഡ് again, some things feel like an illusion, but at the end of the day, it's about getting control of your life. So try to get there. മാധവ് സംസാരിക്കുന്ന ഓരോന്നും നേരത്തെയും മാധവിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും അതിങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടിരിക്കാൻ തോന്നും. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ ഇങ്ങനെ ലിസൺ ചെയ്യാൻ തോന്നും. അവർ പറയണതൊക്കെ എത്രയോ ഒരുപക്ഷെ നമ്മളൊക്കെ ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്നതും കൂടി ആയിരിക്കാം. നമ്മൾ മനസ്സിൽ പറയുന്ന പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങൾ സെയിം പാത്തിലൂടെ തന്നെ പോകുന്ന ഒരാളിൽ അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എപ്പോഴും. ഒരുപാട് സന്തോഷം, ഒരുപാട് എന്താ പറയുക, സന്തോഷമാണ് ഇങ്ങനെ കൂടെ ഇരുന്ന് കേൾക്കാനും മാധവിന്റെ ടോക്സ് കേൾക്കാനും ഒക്കെ ആയിട്ട്. ജസ്റ്റ് കീപ് ഗോയിങ് മാധവ്. ഇനി കുമ്മാട്ടിക്കളിയാണ് ഇപ്പോൾ സെപ്റ്റംബറിൽ റിലീസ് ആവാൻ നിന്നതാണ്. ഇപ്പോൾ ഒക്ടോബറിലേക്ക് അത് തള്ളി അല്ലേ റിലീസും October 2nd റിലീസ് ഡേറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഗാന്ധി ജയന്തി ദിവസത്തിനാണ് റിലീസ് ചെയ്യുന്നത്. സോ ഓക്കെ, കുമ്മാട്ടിക്കളി നല്ല രീതിയിൽ തന്നെ നല്ല മൂവി ആയിട്ട് തന്നെ അത് വരട്ടെ. അതിനുശേഷം മാധവ് എന്ന് പറഞ്ഞ ആക്ടർ നമ്മുടെ മലയാളത്തിൽ ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണ്ട ഒരാൾ, മാധവിന് സിനിമ വേണം എന്നുള്ള രീതിയിലാണ് മാധവ് പറഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നേരെ തിരിച്ച് സിനിമയ്ക്ക് മാധവിനെ വേണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് മാധവ്. താങ്ക് യു സോ മച്ച്. Thank you so much. ആൻഡ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. Thank you.